നമുക്ക് നമ്മുടെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഒരു ക്യാരക്ടർ സ്റ്റഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം നമ്മളെ വളരെ അത്ഭുതകരമായിട്ട് വളരെ ആഴത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോശയെ കുറിച്ചായിരുന്നു പഠിച്ചത്. വളരെ ഭംഗിയായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ ക്ലാരിറ്റിയോടുകൂടി മോശയുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് നമ്മൾക്ക് അതിന്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 29-30 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അത് അവിടെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് പേര് കാണുന്നില്ല, പക്ഷെങ്കിൽ അവിടെ ഒരു ക്യാരക്ടറുണ്ട്. അത് മറ്റാരുമല്ല, ഇസ്രായേൽ മക്കൾ. 29-30 ഇങ്ങനെ വായിക്കുന്നത്: വിശ്വാസത്താൽ അവർ ഇസ്രായേൽ മക്കൾ കരയിൽ എന്നതുപോലെ ചെങ്കടൽ കൂടി കടന്നു, അത് മിസ്രൈമർ ചെയ്യാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ ഇസ്രായേൽ മക്കൾ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതില് ഇടിഞ്ഞു വീണു. വിശ്വാസികളുടെ ഹീറോസിന്റെ കൂട്ടത്തിൽ ഇസ്രായേൽ മക്കളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറന്നു കളഞ്ഞില്ല. അവര് മരുഭൂമിയിൽ ഒരുപാട് പിറുപിറുത്ത് അവർക്ക് കൊടുത്ത മോശയ്ക്കും അഹരോനും വിരോധമായിട്ടൊക്കെ അവർ എഴുന്നേറ്റു. അവര് ശാപവാക്കുകൾ അവര് പറഞ്ഞു, പിന്നെ മിസ്രൈം, ഞങ്ങൾ താമസിച്ച മിസ്രൈമാണ് പാലും തേനും ഒഴുകുന്ന ദേശം, ഞങ്ങൾക്ക് അങ്ങോട്ടങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഏറെ മറുതലിച്ചൊരു ജനമായിരുന്നു ഈ ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ. ഏകദേശം 6 മില്യൺ ആൾക്കാരാണ്, സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും അടക്കം അവിടുന്ന് പെസഹ കുഞ്ഞാടിന്റെ രക്തത്തളി ആചരിച്ച് അവർ ഇറങ്ങി വന്നത്. ഇത്രയെല്ലാം വീഴ്ചകൾ വന്നിട്ടും പലപ്പോഴും ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ മുഴുവൻ കൊന്നുകളയാൻ പോവുക. അപ്പോഴൊക്കെ മോശ നിലമ്പാട് വീണ് അവർക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് യാചിച്ചു. അവരെ ദൈവം നിലനിർത്തി. ദൈവത്തിന്റെ കരുണ കൂടെ ഉണ്ടായിരുന്നു. പകല് മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായിട്ട് കർത്താവ് ദൈവം നടത്തി കൊണ്ടുപോയി. പക്ഷെ അവരുടെ പേര് എന്നെ അതിശയിപ്പിച്ചത്, ഇത്രയൊക്കെ ആയിട്ടും അവരുടെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ദൈവം മറന്നില്ല. പരിശുദ്ധാത്മാവ് മറന്നില്ല. നമ്മളെ മറക്കാത്ത ഒരു ദൈവം. ചിന്തിക്കരുത്, ഞാൻ ഒത്തിരി പേരുടെ കൂട്ടത്തിൽ ഒരാള് എന്ന് ചിന്തിച്ച് നമ്മളെ തള്ളിക്കളയരുത്. പക്ഷെങ്കിൽ അവന്റെ ലിസ്റ്റിൽ നമ്മളൊക്കെയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഈ 2 വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ കരയിൽ എന്നതുപോലെ ചെങ്കടൽ കൂടി കടന്നു, അത് മിസ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ ഇസ്രായേൽ മക്കള് 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതില് ഇടിഞ്ഞു വീണു. ഇവിടെ 2 കാര്യങ്ങൾ കടന്നതായിട്ടാണ് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത്. 1 ചെങ്കടല്, 2 എരിഹോ മതില്. ചെങ്കടല് പിളർന്ന് അവരതിന്റെ നടുവിൽ കൂടി വന്നു. മറ്റതൊന്ന് മതില് ഇടിഞ്ഞു വീഴുന്നു. ഒന്നിനെ ദൈവം പിളർത്തി, ഒന്നിനെ ദൈവം തകർത്തു മാറ്റി. നമ്മുടെയൊക്കെയും ജീവിതത്തില് ഈ കർത്താവിനെ നോക്കി നമ്മൾ മുന്നേറുന്നുവെങ്കിൽ ചിലതിനെ, നമ്മുടെ മുമ്പിൽ അലറി വിളിക്കുന്ന ചിലതിനെ ദൈവം പിളർത്തിക്കളയും, ഉയർന്നു നിൽക്കുന്ന ചിലതിനെ ദൈവം ഇടിച്ചു കളയുക തന്നെ ചെയ്യുമെന്നുള്ളത് ഈ 2 വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. നമുക്ക് കടന്നു വരാം അതിന്റെ 2ാമത്തെ ഭാഗം. അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതില് ഇടിഞ്ഞു വീണു. ഈ എരിഹോ മതിലിനെ കുറിച്ച് ഞാൻ എന്താണ് ഈ എരിഹോ മതിൽ ഇത്ര പ്രത്യേകത? വെറും എരിഹോ പട്ടണത്തിന് എന്താ ഇത്ര പ്രത്യേകത? നമ്മൾ വിചാരിക്കും എരിഹോ പട്ടണം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു രാജ്യത്തിന്റെ വലിപ്പമൊക്കെയാണെന്ന്. ഒന്നുമില്ല. ഏകദേശം 8-9 ഏക്കറുള്ളൊരു സ്ഥലമായി എരിഹോ പട്ടണം. അത്രയും മാത്രം വിസ്തൃതിയുള്ളൊരു സ്ഥലമായി എരിഹോ പട്ടണം. അതിന്റെ ചുറ്റിനും മതില് കെട്ടി അതിനകത്ത് കുറച്ചു പേര് കയറി അങ്ങ് ജീവിക്കുക, അവര് വളരെ കംഫർട്ടബിൾ ആയിട്ട്. അപ്പോൾ അതാണ് ഈ എരിഹോ പട്ടണം എന്ന് പറഞ്ഞാല്. ഇന്നും എരിഹോ പട്ടണം അവിടെയുണ്ട്. ദൈവം പറഞ്ഞ് ഈ പട്ടണം ഇനി മേലെ പണിയത്തില്ല, അതുകൊണ്ട് ഇന്നുവരെ അത് പണിയപ്പെട്ടിട്ടുമില്ല. ഈ എരിഹോ പട്ടണത്തിന് ചുറ്റും മതിലുണ്ട്. ഇതൊരു കുന്നിന്റെ മേലെ ഒരു ഉയർന്ന സ്ഥലത്താ. അവിടെ ഇവര് മതില് കെട്ടിയിട്ടുണ്ട്. ആ മതിലിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഏകദേശം 50 അടി ഉയരവും 20 അടി വീതിയും ആ ഒരു മതിലിനുണ്ട്. അത് ഈ മണ്ണ് കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നല്ല പശ മണ്ണാകുമ്പോൾ നല്ല ബലമാ ആ മതിലിന്. നോക്കണം, 50 അടി ഉയരം, 20 അടി വീതി എന്ന് പറഞ്ഞാൽ 20 അടി വീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വിസ്താരമുണ്ട് അതിന്. അതിന്റെ മതിലിന്റെ മുകളിലാണ് രാഹാബ് വീട് വെച്ച് പാർത്തത്.
ആ മതിലിന്റെ മീതെ കൂടെ രഥങ്ങളൊക്കെ ഓടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു റോഡ് പോലെ വീതിയുണ്ട് ആ മതിലിന്റെ തിക്നെസ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കിടപ്പ്. അപ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയാൽ അപ്രകാരമുള്ളൊരു മതിലിനെയാ ഇവിടെ ദൈവം ഇടിച്ചത്. ലോകത്തിന്റെ ഉപകരണങ്ങൾ വെച്ചോ ബുൾഡോസർ വെച്ചിട്ടോ പടക്കം പൊട്ടിച്ചോ ഒന്നുമല്ല അവിടെ അതിനെ തകർത്തു മാറ്റുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്ട്രാറ്റജി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എരിഹോ മതില് ഇടിഞ്ഞു വീണു. നമ്മൾ ഈ എരിഹോ മതിലിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടേ നമ്മൾ തീർച്ചയായിട്ടും യോശുവയുടെ പുസ്തകം 5-6 അധ്യായത്തിൽ നമ്മൾ പോയേ മതിയാവൂ. എങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഒറ്റ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം അവിടെ നമുക്ക് മനസ്സിലാകും. എന്താണ് ഈ എരിഹോ മതില്? അതിന്റെ 6 അധ്യായത്തിന്റെ 1 വാക്യത്തില് പറയുന്നത്, എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അതിനകത്ത് ശത്രുക്കൾ അടച്ചു കയറി ഇരുന്ന് അങ്ങ് പെരുകുക. മനസ്സിലായില്ലേ? അപ്പൊ പുറത്തോട്ട് അവർ ഇറങ്ങുന്നില്ല. അവർക്കറിയാം, അവർ കേൾക്കുന്നുണ്ട്, കേൾവിയുണ്ട് അവർക്ക്. ഈ ഇസ്രായേൽ മക്കൾ വരുന്നുണ്ട്, അവരിങ്ങോട്ട് ഇതിൽ കൂടി വന്ന് കയറും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ വരവൊക്കെ മനസ്സിലാക്കി ഇവരെന്ത് ചെയ്തു? ഇവിടെ എഴുതിയിരിക്കുന്ന 6 കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച് ഉറപ്പാക്കി. ഈ 50 അടി ഉയരത്തിലും ഏകദേശം 20 അടി വീതിയിലും അവിടെ മതിൽ കെട്ടിപ്പൊക്കാനുള്ള ഒറ്റ കാരണം ആരാ? ഇസ്രായേൽ മക്കളാ. ഇസ്രായേൽ മക്കൾ കാരണമാ ഇവരിപ്പോ ഇങ്ങനെ ഒരു മതിൽ അവിടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. നോക്കണം, ദൈവം തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് ശത്രു കാണുമ്പോഴ് അവൻ ചില മതിലുകളൊക്കെ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഉയർത്തി കെട്ടാനായിട്ട് തുടങ്ങും. നമ്മൾ ദൈവമക്കളാണെന്ന് അറിയുമ്പോഴ്, നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നെന്ന് അറിയുമ്പോഴ്, നമ്മൾക്ക് ദൈവത്തോടൊരു ഉടമ്പടി ഉണ്ടെന്ന്. ഇത് ദൈവത്തിന്റെ ഉടമ്പടിയുള്ള മക്കളോടാ കേട്ടോ. അല്ലാതെ വെറുതെ ഇവരുടെ കൂട്ടത്തിൽ നടന്നതും അല്ലെ ഞങ്ങൾക്ക് ഇസ്രായേൽ മക്കളെ അറിയാം, ദൈവത്തെ അറിയാം, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, അങ്ങനൊന്നും പറയുന്നൊരിതല്ല. ദൈവത്തോട് ഉടമ്പടിയുള്ളവരാ ദൈവത്തോട് ഉടമ്പടിയുള്ളവര്, ഇവര് പരിച്ഛേദനയേറ്റവര്, ദൈവത്തിന്റെ സ്വന്തം ജനം, ജാതികളുടെ എണ്ണത്തിൽ കൂട്ടപ്പെടാത്തവര്, പിന്നെ ലക്ഷണവിദ്യ ഏൽക്കാത്തവര്, ജാതികളുടെ കൾച്ചറൊന്നും ഇവര് ചെയ്യാത്തവര്, ജാതികൾ തിന്നുന്നതെല്ലാം വലിച്ചുവാരി തിന്നാത്തവര്, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകതയുള്ള ജനത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാല് ഇന്ന് ഇത് സൂമിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എന്നെ അത്ഭുതമായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ അറിയാമല്ലോ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര ഫ്രിക്ഷൻ നടക്കുകയാണെന്ന്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയുമ്പോൾ, ഇത്ര ഇരട്ടച്ചങ്കുള്ള ഒരു കൂട്ടം ജനം നമ്മുടെ രാജ്യമോ അല്ലെ വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ എന്നേ പുസ്തകം മടക്കി പോയേനെ. ഇത്ര ബുദ്ധിപരമായിട്ട് മനസ്സ് മടുക്കാതെ യുദ്ധക്കളരിൽ നിൽക്കുന്ന ഒരു ജനം, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇരട്ടച്ചങ്കുള്ളവരാണെന്ന്. കാര്യം എന്താണെന്ന് അറിയാമോ? അവർക്ക് ദൈവത്തോട് കവനന്റ് ഉള്ളവരാ, ദൈവത്തോട് അവർക്ക് ഉടമ്പടി ഉള്ളവരാ, ദൈവവുമായിട്ടുള്ള ബന്ധം അവരുടെ അത്രയുമാ. അതാ അവരുടെ ബലത്തിന്റെ കാരണം. അതാ ദൈവം ഒരിക്കലും അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവം അവരെ വിട്ടുകളഞ്ഞിട്ടില്ല. അവർക്കൊരു വീണ്ടെടുപ്പ് ദൈവം സാധ്യമാക്കുന്ന സമയം വരുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ചങ്കൂറ്റ്, അവരുടെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി, അവരുടെ ആ ഒരു ഒപ്റ്റിമിസം ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? അതുമല്ലോ നമുക്കുണ്ടോ? നമുക്ക് വലിയ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രാജ്യത്തിനുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ദൈവമുള്ള ബന്ധത്തിലുള്ള ജനത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പ്രത്യേകതയുള്ള ജനം, ആ ജനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ പ്രത്യേകതയുള്ള ഒരു ജനം യുദ്ധത്തിന്റെ മുഖത്തും അവർ വിവാഹം നടത്തും, യുദ്ധത്തിന്റെ മുഖത്തും അവർ പ്രാർത്ഥനകൾ എല്ലാം അവർ ചെയ്യും, യുദ്ധത്തിന്റെ മുഖത്തും അവർ ശബത്ത് ആചരിക്കും, യുദ്ധത്തിന്റെ മുഖത്തും ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും ഉത്സവങ്ങളും എല്ലാം അവർ ആചരിക്കും. യുദ്ധത്തിന്റെ മുഖത്തും കിട്ടുന്നത് തിന്ന് തൃപ്തിപ്പെടത്തില്ല, ശുദ്ധിയുള്ളത് മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. അവിടെയും ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്ന യഹൂദനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർ ബലത്തോടെ നിൽക്കുന്നത്. അപ്പൊ ദൈവമക്കളുടെ ബലത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തോടുള്ള വിധേയത്വം, ക്രിസ്തുവിനോടുള്ള വിധേയത്വം, അവന്റെ കൽപ്പനയോടുള്ള അനുസരണം. അതാണ് നമ്മുടെ ബലം എന്ന് പറഞ്ഞാല്. അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കും. നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരും. അത് വേറൊരു കാര്യം, അത് വേറൊരു വിഷയം. പക്ഷെങ്കില് നമ്മൾക്കുള്ള പ്രാഗൽഭ്യം എന്താ?
ഇന്ന് ദൈവത്തിന് നമുക്കുള്ള പ്രാഗൽഭ്യം എന്താ? എന്നെ കണ്ടാല് എരിഹോവിലെ കുറച്ച് ബലമില്ലാത്ത കുറച്ച് ശത്രുക്കള് അവര് മതിൽ കെട്ടാൻ തുടങ്ങുമോ? എന്നെ കണ്ടാല് എത്ര പേര് ഇസ്രായേലിന്റെ ദൈവത്തെ ഭയന്നിട്ട് പെരയ്ക്കകത്ത് ഒരു കഥ കടയ്ക്കും? അങ്ങനെയുള്ളൊരു പ്രാഗൽഭ്യം നമുക്കുണ്ടോ? എന്നെ കണ്ടാൽ പിശാച് മുട്ടുമടക്കുവോ? എന്നെ കണ്ടാൽ അവന് എല്ലാം ചുരുട്ടി പായും തീർത്ത് അവൻ തിരിച്ചോടുവോ? അങ്ങനെ കഴിയണം. അവരാണ് ദൈവമക്കൾ, അവരാണ് ഇസ്രായേൽ. നമ്മളെ ഇസ്രായേലിനോട് അവർ യോജിപ്പിച്ചിരിക്കുക, എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ കയറത്തുള്ളൂ. നമ്മള് അതാണ് റോമർക്ക് 9:10 നമ്മളെ പഠിപ്പിക്കുന്നത്. കൊമ്പിനെ ചിലതിനെ മാറ്റി വെച്ചിട്ട് കാട്ടുകൊമ്പായിരുന്ന നമ്മളെ, കാട്ടൊലിവായിരുന്ന നമ്മളെ ആ നല്ലൊലിവിനോട് ചേർത്ത് വെച്ചിരിക്കുക. ചേർത്ത് വെച്ചപ്പോൾ പിന്നെ ഇനി ഒറ്റ മരമേ ഉള്ളൂ. ഏതാ മരം? ഈ ഇസ്രായേൽ മക്കളെ ദൈവം എടുത്ത് കവനന്റ് വഴി, ഒരു ഉടമ്പടി വഴി വളർത്തിയെടുത്തതുപോലെയുള്ള അതേ മരത്തിന്റെ കൊമ്പാക്കിയ നമ്മളെ തീർത്തിരിക്കുന്നത്. ആ കൊമ്പായിട്ട് തീരാൻ വിശ്വാസവും ആ കൊമ്പായിട്ട് തീരാൻ ആഗ്രഹവും ഉള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിലാവുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വേറെ കൊമ്പ. പറഞ്ഞു വരട്ടെ. 6:1 വായിക്കുന്നത്, യോശുവ 6:1, ഇസ്രായേൽ മക്കൾ നിമിത്തം എന്നെ ഒരൊറ്റ വാക്ക് ധാരാളം എന്നെ ചിന്തിപ്പിച്ചു. അവര് നിമിത്തം പിശാച് അവൻ എന്തെല്ലാം പരിപാടികളാണ് ചെയ്തത്. അവന്റെ മതിൽ കെട്ടു തുടങ്ങി, അവൻ ചള്ള കഴിക്കാൻ തുടങ്ങി, അവന്റെ ആയുധങ്ങളൊക്കെ ഒരുക്കി, അവന്റെ വാളിന് മൂർച്ച കൂട്ടി, അവരുടെ ഹൃദയം ഒരുങ്ങി. പക്ഷെ എന്താ സംഭവിച്ചത്? അവര് പുറത്തു ഇറങ്ങിയില്ല, അവരകത്ത് കയറിയതുമില്ല. ഓർത്തു നോക്കിയേ, എരിഹോവിനെ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച് ഉറപ്പാക്കി. അപ്പോൾ നമുക്കറിയാം, ഈ എരിഹോ പട്ടണം എന്ന് പറഞ്ഞാല് ഇത് ഇന്നത്തെ പലസ്തീന്റെ അകത്ത് വരും. പിന്നെ സിറ്റി ഓഫ് പലസ്തീൻ അന്ന് നോക്കുമ്പോൾ പലസ്തീൻ ഇപ്പോഴത്തെ ജോഗ്രഫി അല്ല ഞാൻ പറയുന്നത്. തന്നെയല്ല, ഇത് ചാവുകടലിനും യോർദാൻ നദിക്കും അടുത്ത് കിടക്കുക. ഞാൻ നിങ്ങൾ അത് കാണിക്കാം. അത് കണ്ട് നമ്മളിത് പഠിക്കുമ്പോഴേ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. വെറും ഒരു ഇസ്രായേൽ മക്കളെ കുറിച്ചോ മതിലിടിഞ്ഞതിനെ കുറിച്ചോ പഠിക്കുക മാത്രമല്ല, ഇന്ന് എന്റെ അകത്തെ മതിലുകൾ എന്തൊക്കെ ഇടിയേണ്ടത്? ഞാൻ ആരാ ദൈവസന്നിധിയില്? എന്റെ അകത്ത് ഇനിയും മതിൽ നിപ്പുണ്ടോ? ഇനി ഇടിക്കാൻ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഇടിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അന്ന് ഇസ്രായേൽ മക്കളെ 12 ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുത്തതിലെ ബെന്യാമിൻ ഗോത്രത്തിന് വിഭജിച്ചു കൊടുത്ത ഭാഗമാണ് ഈ എരിഹോ എന്ന് പറഞ്ഞാല്. ബെന്യാമിൻ ആരാന്നറിയാമോ? ബെന്യാമിൻ യാക്കോബിന്റെ ഏറ്റവും ഇളയ മോന, സൺ ഓഫ് ദ റൈറ്റ് ഹാൻഡ്. റാഹേലില്, താൻ ഏറ്റവും സ്നേഹിച്ച റാഹേലിൽ ഉണ്ടായ രണ്ടാമത്തെ മകനാ ബെന്യാമിൻ. ബെന്യാമിൻ ജനിച്ചതോടുകൂടി റാഹേൽ മരിച്ചു. മറ്റേ മൂത്ത മകൻ ആരായിരുന്നു? ജോസഫായിരുന്നു. ജോസഫിന് എന്ത് പറ്റി? ജോസഫിനെ മൃഗങ്ങൾ കടിച്ചു കീറി. ഇതൊക്കെയാണ് യാക്കോബിന് അറിയുന്നത്. യാക്കോബിന്റെ മുമ്പിൽ ഇനി ആരാ ഉള്ളത്? ഒരു ബെന്യാമിനാ. എന്റെ വയസ്സുകാലത്ത് എന്റെ കൂടെ ഇരുന്ന് എനിക്കൊന്ന് ചൂടേകാൻ, എനിക്കൊരു വെള്ളം എടുത്തു തരാൻ, എന്നെ ഒന്ന് താങ്ങാൻ, എന്റെ കൈക്കൊന്ന് പിടിക്കാനുള്ള ബെന്യാമിൻ. ആ ബെന്യാമിനെ പതിച്ചു കൊടുത്ത, വീതിച്ചു കൊടുത്ത, വിഭാഗിച്ചു കൊടുത്ത ആര്? യോശുവ കൊടുത്ത സ്ഥലമാ ഈ എരിഹോ. നമ്മളിപ്പോ ഈ വായിക്കുന്ന എരിഹോ. ആ എരിഹോനെ സംബന്ധിച്ച് അത് നല്ല ഫെർട്ടൈൽ ലാൻഡ്, നല്ല ഫലഭൂയിഷ്ടമായ ലാൻഡ്. എരിഹോ എന്നുള്ള വാക്കിന്റെ അർത്ഥം നല്ല സൗരഭ്യവാസന എന്ന. ഇങ്ങനെയൊക്കെയുള്ള ഒരു ദേശമാത്. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാനത് നിങ്ങൾക്ക് തരും. പക്ഷെങ്കിൽ എരിഹോ പട്ടണ നിവാസികൾ തീരുമാനിച്ചുറപ്പിച്ചു, ഇസ്രായേൽ ഇതിന്റെ പുറത്ത് എന്തായാലും അവർ ആധിപത്യം എടുക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഇതിനെ കെട്ടിയുറപ്പിക്കാം. പക്ഷെങ്കിൽ ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ഒരു തീരുമാനമെടുത്തു, ഞാനിത് ഇസ്രായേൽ മക്കളുടെ കയ്യിൽ കൊടുക്കും. അവരിതിനെ മാസ്റ്റർ ചെയ്യും, അവരിതിന്റെ അകത്ത് ജീവിക്കും, അവർക്ക് വേണ്ടിയിട്ടായിട്ട് തീരും. അപ്പോൾ ശത്രു മുദ്ര കുത്തി വെച്ചു, ഇസ്രായേൽ മക്കൾ എന്തായാലും ഇതിന്റെ മേലെ കയറി വരത്തില്ല, അതിനുള്ളതെല്ലാം അടച്ചുറപ്പാക്കി. പക്ഷെങ്കിൽ ദൈവം ഉറപ്പാക്കി, അതെ, ഞാൻ ഈ ദേശത്തെ അവരുടെ രാജാവിനെ, അവരുടെ യുദ്ധവീരന്മാരെല്ലാം ഞാൻ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോവാ. അത് യോശുവ 6:2 വായിക്കുന്നു. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേശം നിന്റേതല്ല, ഞാൻ നിന്റെ കയ്യിലോട്ട് തരിക. ഒരാൾ എന്റെ കയ്യിലൊരു സാധനം തരിക, നീ കൈ വെച്ചോ, സൂക്ഷിച്ചോണം കേട്ടോ, ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ കയ്യിലൊരു സാധനം തന്നിട്ട് പോവുക ഒന്നും വേണ്ട. നമ്മൾ ഇവിടുന്ന് പോകുന്നതാണ്, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഒരാളെ ഏൽപ്പിക്കും. നമ്മൾ ഏൽപ്പിക്കുക ചെയ്യുന്നതല്ലേ. ആ ഏൽപ്പിക്കുന്നതുകൊണ്ട് ചെടി അവരുടേതായിട്ട് തീരുവോ? ഇല്ല. ഞാൻ തിരിച്ചു വരുമ്പം ചെടിയുടെ ഉടമസ്ഥൻ ഞാൻ തന്നെയാ.
ഞാനൊരു കൊച്ചു ഉദാഹരണം പറഞ്ഞത്. ഇതുപോലെയാ ദൈവം ചെയ്തത്. ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങോട്ട് ഏൽപ്പിക്കാം കുറച്ചു നാളത്തേക്ക്, നിങ്ങളുടെ ആയുസ് കഴിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അല്ല, നിങ്ങൾക്കത് ആസ്വദിക്കാം. നിങ്ങൾക്ക് അതിനകത്ത് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് ഉപയോഗിക്കാം, നിങ്ങൾക്കതിൽ വിളവെടുക്കാം, നിങ്ങൾക്കതിൽ കിണർ കൂത്താം, നിങ്ങൾക്കതിനകത്ത് പാർപ്പിടമുണ്ടാക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് പാർക്കുണ്ടാക്കാം, നിങ്ങൾക്ക് അതിനകത്ത് കളിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾ അങ്ങ് ആസ്വദിച്ചു. പക്ഷെ ദേശം ആരുടേതാ? എന്റേതാ. ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായി. ഇങ്ങനെ ദൈവം നമ്മളെ ചിലതൊക്കെ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങള്, നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, എനിക്ക് തന്നിരിക്കുന്ന തൊണ്ട, എന്റെ ശബ്ദം, എന്റെ ജീവൻ, ഞാൻ അകത്തോട്ട് വിടുന്ന ശ്വാസം പുറത്തോട്ട് വിടാനുള്ള കഴിവ് ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. എങ്ങനെ നമ്മളത് ഉപയോഗിക്കുന്നത്? ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ ഈ ദേശം എന്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കുക. കനാൻ നാട്ടിലോട്ട് പ്രവേശിക്കുമ്പോ ആദ്യം അവരുടെ കയ്യിൽ കിട്ടുന്ന സംഭവം ഇത്. ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യ ഫലമാത്, ഫസ്റ്റ് ഫ്രൂട്ട് കനാൻ നാട്ടിലോട്ട് കയറുമ്പോഴേ ആദ്യം ദൈവം ഇവരുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ യോശുവയുടെ പുസ്തകം 6:3-5 വായിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ഇതിനെ എങ്ങനെ കൈക്കലാക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങേറ്റ് യോശുവയ്ക്കോ ഇസ്രായേൽ മക്കൾക്കൊന്നും ഈ ദേശത്തിന്റെ മേൽ ഒരു അധികാരവുമില്ല, ഒരു ക്ലെയിമും ഇല്ല. എങ്ങനെ നിങ്ങൾ ഇതിനെ അവകാശമാക്കാം? ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാം, പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. ദൈവം പറഞ്ഞു, ഞാൻ ഏൽപ്പിക്കും, എന്റെ വാക്കാ, പക്ഷെങ്കിൽ നിങ്ങളിൽ നിന്ന് ചിലത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഇന്ന് നമ്മള് ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരുക്കത്തോടെ ഇരിക്കുക. നമ്മൾ ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ഇതിൽ ദൈവവചനം പഠിപ്പിക്കുന്നു, അതിൽ എത്ര എണ്ണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? യോശുവയുടെ പുസ്തകം 6:3-5 വരെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാ? നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. യോദ്ധാക്കൾ, അവര് വാരിയേഴ്സാ. അവരെ ആ ഒരു തലത്തിലേക്ക് അവർ വന്നവരാ. അവരല്ലാതെ വീക്ക് ക്രിസ്ത്യൻസ് അല്ല, ഫീബിൾ ക്രിസ്ത്യൻസ് അല്ല. അവര് പേടിച്ചു തൂറികളൊന്നും അല്ല. അവര് യുദ്ധം ചെയ്യാൻ, കഴുത്തു പോയാലും കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കാൻ ഒരുക്കമുള്ളവരെയാണ് ഇവിടെ ആവശ്യം. ആ ഒരുക്കമുള്ളവരുടെ കയ്യിലാ ദൈവം ചിലതൊക്കെ ഏൽപ്പിക്കാൻ പോകുന്നത്. പലതും നമ്മുടെ കയ്യിൽ വന്നു ചേരാത്ത എന്താണെന്നറിയാമോ? കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളൊരു യോദ്ധാവല്ലാത്തത് കൊണ്ട് ഇന്ന് പലപ്പോഴും നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്ക് എത്രമാത്രം ധൈര്യമുണ്ട്. എന്തെങ്കിലും ഒന്ന് ഇളകി പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോകും. എന്റെ വിശ്വാസം ചോദ്യം ചെയ്യാനായിട്ട് ഒരാൾ എന്റെ മുമ്പിൽ വന്നാൽ, നീ ഇതിൽ നിന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നിനക്ക് ഇന്ന് അപ്പമില്ല, വെള്ളമില്ല, നിനക്കൊന്നും തരത്തില്ല, നിന്റെ വീട്ടിൽ നിന്നെ ഇറക്കി വിടും എന്നൊക്കെ ഒരു ചാലഞ്ച് നമ്മുടെ മുമ്പിൽ വന്നാൽ എങ്ങനെ ആയിരിക്കും നമ്മൾ നിൽക്കാൻ പോകുന്നത്? അതിന്റെ കാലമൊന്നും അധികം താമസമില്ല കേട്ടോ. ദുർദിനങ്ങളുടെ വക്കിൽ നമ്മൾ വന്ന് നിൽക്കുക. നമ്മൾ അറിയാതെ പിന്നാമ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കടന്നു വരാം. യോശുവ 6:3-5 വരെ. 1, നിങ്ങൾ യോദ്ധാക്കളായിരിക്കണം. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചവരായിരിക്കണം നിങ്ങൾ. നമുക്ക് അതിലേക്ക് കടന്നു വരണം. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിന് സർവായുധവർഗമുണ്ട്. യോദ്ധാവിന്റെ കയ്യിലൊരു വാളുണ്ട്, യോദ്ധാവിന്റെ കയ്യിലൊരു പരിചയമുണ്ട്. യോദ്ധാവ് വെറുതെ നടക്കത്തില്ല. യോദ്ധാവിന് ഒരു ഹെൽമെറ്റ് ഉണ്ട്, ഒരു ശിരസ്ത്രമുണ്ട്. യോദ്ധാവിന്റെ കാലിലിടുന്ന ഷൂ പ്രത്യേകതയുള്ളത്. യോദ്ധാവ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട് അണിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോകത്തില്ല. യോദ്ധാവിന് നല്ലൊരു അരക്കെട്ടുണ്ട്, അതിന് പറ്റിയ വസ്ത്രമുള്ളത്. മുന്നിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങളെ തടുക്കാൻ അവന്റെ നെഞ്ചിൽ വന്ന് തറച്ചവൻ മരിക്കാതിരിക്കേണ്ടതിന് അവന് ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട് അവന്റെ കയ്യില്. അങ്ങനെ എല്ലാ ആയുധങ്ങളോട് കൂടിയാണ് ഒരു യോദ്ധാവായിരിക്കുന്നത്. ഇന്ന് ഇതിൽ എന്തൊക്കെ നമുക്കുണ്ട്? ഇതൊക്കെ നമ്മൾ അണിഞ്ഞിട്ടുണ്ട്? ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിനകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ? അതോ ഇതൊക്കെ നമ്മുടെ ദേഹത്തോട്ട് നമ്മൾ എടുത്തിട്ടിട്ടുണ്ടോ? നമ്മുടെ ആത്മാവിന്റെ മണ്ഡലത്തോട്ട് എടുത്തിട്ടിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആദ്യത്തെ റിക്വയർമെന്റ് എന്താ? യോദ്ധാവായിരിക്കണം നിങ്ങൾ. 4-ാം വാക്യം, 7 പുരോഹിതന്മാർ ആട്ടുകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട്. 7 പുരോഹിതന്മാർ. നിങ്ങൾ പുരോഹിതന്മാർ എന്നുള്ളൊരു പദവിയിലേക്ക് നിങ്ങൾ ഉയർന്നവരായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ പുരോഹിതന്മാരായിട്ട് ദൈവം അഹരോന്റെ കുടുംബത്തെ, ലേവ്യ കുടുംബത്തെ ദൈവത്താൽ വിളിച്ച് വേർതിരിച്ച് പുരോഹിതന്മാരായിരിക്കണം.
പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 വാക്യങ്ങളിൽ പറയുന്നു, അതെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലെങ്കിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ആരാ? നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാ. ഉറപ്പുണ്ടോ എന്ന് പറയാന്? ഞാൻ പുരോഹിതനാ, രാജകീയ പുരോഹിതനാ. അതിനകത്ത് എന്താ പുരോഹിതന്റെ ഫംഗ്ഷൻ? എന്താ പുരോഹിതന്റെ ഫംഗ്ഷൻ? എന്താ? ബലഹീനനായ മനുഷ്യനും ബലവാനായ ദൈവത്തിനും ഇടയ്ക്ക് നിന്ന് ചെയ്യുന്നൊരു ജോലിയാ പുരോഹിതൻ. എന്താ പുരോഹിതന്റെ ഫംഗ്ഷൻ? ദൈവാലയത്തിനകത്ത് ശുശ്രൂഷിക്കുന്നവനാ പുരോഹിതൻ. പുരോഹിതൻ ആരാ? ദൈവസന്നിധിയിൽ ധൂപവർഗം കാട്ടുന്നവനാ പുരോഹിതൻ. പുരോഹിതൻ ആരാ? ദൈവസന്നിധിയിൽ എപ്പോഴും ആരാധന കഴിക്കുന്നവൻ. ജീവിതത്തിൽ പുരോഹിതന് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല, പുരോഹിതന് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. പുരോഹിതന്റെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ ഏകാഗ്രമാ. അപ്രകാരം ഒരു പുരോഹിതനാണോ? നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ആ പുരോഹിതനെ കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് ആ പുരോഹിതൻ? ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. അവൻ പവിത്രനാ, അവൻ നിർദോഷനാ, അവൻ നിർമ്മലനാ, അവൻ പാപികളോട് വേർപെട്ടവനാ, അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനാ. ഇതാണ് നമ്മുടെ മഹാപുരോഹിതന്. ഈ മഹാപുരോഹിതന്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഗുണങ്ങൾ ഈ പുരോഹിതന്മാർക്കും ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു പുരോഹിതന്മാർക്ക് വേണ്ടിയിട്ട് ചില ദൗത്യങ്ങളും കൊടുത്ത് ഒരു എരിഹോ പട്ടണം കാത്തു നിൽപ്പുണ്ട്. അങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് ഇട്ട് ഏൽപ്പിക്കാൻ ദൈവത്തിന് ചിലതുണ്ട്. രണ്ടാമത്തെ റിക്വയർമെന്റ്, നമ്മൾ പുരോഹിതന്മാരായിരിക്കണം. 1, നമ്മൾ യോദ്ധാക്കളായിരിക്കണം. 2, നമ്മൾ പുരോഹിതന്മാരായിരിക്കണം. 7 പുരോഹിതന്മാർ എന്ന് ഇവിടെ പറയുന്നത് അതൊരു പൂർണ്ണതയെ കാണിക്കുന്നു. അപ്പോൾ പുരോഹിതനായാൽ മാത്രം പോരാ, ഞാൻ യോദ്ധാവാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നിന്നാ പോരാ. ഞാൻ പുരോഹിതനാണ്, എനിക്കൊരു ഹൈ കോളിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്നാ പോരാ. ഇനിയും പ്രവർത്തിക്കാനുള്ള സമയമായി. പുരോഹിതൻ എന്ത് ചെയ്യണം? 4-ാം വാക്യം, ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. പുരോഹിതന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ആട്ടുകൊമ്പ് കൊണ്ട് നിർമ്മിച്ച 7 കാഹളം. പുരോഹിതൻ കാഹളം ഊതുന്നവനായിരിക്കണം. പുരോഹിതന്റെ വായിൽ നിന്ന് ആ വായു ശക്തമായിട്ട് പുറത്തോട്ട് പോകണം. എങ്കിൽ മാത്രമേ കാഹളത്തിനകത്ത് ശബ്ദം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ കാഹളം ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന് ഫോട്ടോ എടുക്കാൻ കൊള്ളാം, അല്ല വേറെ ഒന്നിനും കൊള്ളത്തില്ല. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ കൊള്ളാം. ഈ കാഹളം ധ്വനിക്കണമെങ്കിൽ, ഈ കാഹളത്തിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം വരണമെന്നുണ്ടെങ്കിൽ പുരോഹിതന്റെ അകത്ത് നിന്ന് ഒരു ശ്വാസം പുറത്തേക്ക് പോകണം. പുരോഹിതന്റെ അകത്തു നിന്ന് ഒരു ശ്വാസം പുറത്തേക്ക് പോയേ മതിയാകത്തുള്ളൂ. ആ ശ്വാസം മറ്റൊന്നുമല്ല. ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു, ഞാനത് ഷെയർ ചെയ്തു. അപ്പോഴ് ഒരു സഹോദരി എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന്. അപ്പൊ ഞാൻ ധ്യാനിച്ചെടുത്തപ്പോൾ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ ശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ശ്വാസം മാത്രമേ കാഹളത്തെ മുഴക്കിക്കത്തുള്ളൂ. ഒരു മനുഷ്യൻ ശ്വാസം വിടുമ്പോൾ ദൈവത്തിന്റെ പേരാണ് യുഡ് ഹേ വാവ് ഹേ, YHVH. അതിന് വൗവൽസ് ഒന്നുമില്ല. ഉണ്ടോ? AEIOU ഒന്നും അതിനിടയ്ക്കില്ല. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? വൗവൽസ് ഇല്ലാത്തത് ഒന്നും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇംഗ്ലീഷ് ആദ്യം പഠിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. ഏതൊരു പേരെടുത്താലും അതിനിടയിൽ വൗവൽസ് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു വാക്കല്ല, അത് അംഗീകരിക്കപ്പെടത്തില്ല. ദൈവത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ YHVH അല്ലെങ്കിൽ W, യുഡ് ഹേ വാവ് ഹേ. ഈ 4 അക്ഷരമാണ്. ഈ 4 അക്ഷരത്തെ എങ്ങനെ ദൈവം നമ്മുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 4 അക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകൾ യോജിപ്പിക്കരുത്, നമ്മുടെ വായ അടയ്ക്കരുത്, നമ്മുടെ നാവ് ചലിപ്പിക്കരുത്. നമ്മുടെ നാവ് ചലിപ്പിക്കുമ്പോഴാണല്ലോ വവ്വൽസ് വരുന്നത്. നാവ് മേലെണ്ണാക്കിലോട്ടോ താഴോട്ടോ വളയ്ക്കലൊന്നും പറ്റത്തില്ല. അപ്രകാരം ആണ് ഈ വാക്ക് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. യുഡ് ഹേ വാവ് ഹേ. എങ്ങനെ അതിനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും? YHVH. ആ വാക്കിനകത്തിരിക്കുന്നത് അകത്തോട്ടെടുക്കുന്ന ഒരു ശ്വാസം, പുറത്തോട്ട് വിടുന്ന ഒരു ശ്വാസമാണ്. ആ 2 ശ്വാസം കൂടി യോജിപ്പിക്കുമ്പോ അത് ദൈവത്തിന്റെ പേരായി. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും അത് ദൈവമാണ്. നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും അത് ദൈവത്തിന്റെ പേര്. പുരോഹിതന്മാർ ഈ കാഹളത്തിൽ കൂടി ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ പേര് വിളിച്ചു പറയണമെന്നാ പറയുന്നത് ഇവിടെ.
അങ്ങനെ പിടിച്ചുകൊണ്ട് അടുത്തതിലേക്ക് വരാം. അടുത്ത റിക്വയർമെന്റ് എന്താ? പെട്ടകത്തിന് മുമ്പിൽ നടക്കണം. അപ്പോൾ മുമ്പിൽ പെട്ടകം പോകണം. പെട്ടകം എന്താ കാണിക്കുന്നത്? പെട്ടകത്തിനകത്ത് എന്താ ഉള്ളത്? ദൈവത്തിന്റെ കൽപ്പനകള്, 10 ലോസ്, 10 നിയമങ്ങൾ എഴുതിയ കൽപ്പലകകള് ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ അത് എഴുതിയിരിക്കുക. പെട്ടകത്തിനകത്ത് വേറെന്താ ഉള്ളത്? മന്നായിട്ട് വെച്ച പൊൻപാത്രമുണ്ട്. മരുഭൂമിയിൽ അവർ കഴിച്ച് ദൈവം അവരെ തൃപ്തിപ്പെടുത്തിയ മന്ന ഉണ്ട്. മൂന്നാമത് എന്താ ഉള്ളത്? അത് അഹരോന്റെ തളിർത്ത വടി പെട്ടകത്തിനകത്തുണ്ട്. അത് കാണിക്കുന്നത് എന്താണ്? അവരെ വെറുതെ അഴിച്ചുവിട്ട ആടിനെ പോലല്ല അവിടുന്ന് അവരെ ദൈവം പുറപ്പെടുവിച്ചത്. അവർക്കൊരു നായകനുണ്ടായിരുന്നു. അവരെ ഗണമായിട്ട് ദൈവം പുറപ്പെടുവിച്ചത്. അവരെ നല്ല ഡിസിപ്ലിനോടെ, മാന്യതയോടെ ദൈവം 40 വർഷക്കാലം മരുഭൂമി നടത്തിയത്. അല്ലാണ്ട് വെറുതെ പശുക്കളെ അഴിച്ചുവിടുന്ന പോലെ അഴിച്ചുവിട്ടല്ല ദൈവം അവരെ നടത്തിയത്. ഈ പെട്ടകം കാണുമ്പോഴേ അവർക്ക് മനസ്സിലാകണം, പെട്ടകം മുമ്പിൽ നടക്കണമെന്നാ പറയുന്നത് 4-ാം വാക്യത്തില്. ആ പെട്ടകത്തിലോട്ട് നോക്കുമ്പോൾ ഓരോ ഇസ്രായേൽ പൗരനും മനസ്സിലാകും എത്ര മാന്യതയോടെ ദൈവം എന്നെ ആ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തിറക്കിക്കൊണ്ട് വന്നത്. ഞാനൊരു നിസ്സാരനല്ല. ആ പെട്ടകം വിളിച്ചു പറയുന്നു ഞാൻ ആരാണെന്ന്. അതേസമയം തന്നെ അവരുടെ മാന്യതകൾ അതിനകത്തുണ്ട്. ഇതുപോലൊരു ജനമുണ്ട്, കൽപ്പനകളെ നേരിട്ട് ഇറക്കി തന്ന ജനം. നല്ല നേതാക്കൻ നേതൃത്വം തന്ന ആ നേതൃത്വത്തിന്റെ കീഴിലായിരിക്കാൻ ഭാഗ്യം കിട്ടിയ ജനം. വിശക്കാതെ എന്നെ ഇത്രയും നാള് മന്നാതെന്ന് പോഷിപ്പിച്ച് എന്നെ എങ്ങനെ അതിനങ്ങനൊക്കെ ചെയ്യാൻ ഞാൻ ആര്? ഈ ജനത്തിനെ പെട്ടകത്തെ നോക്കുമ്പോൾ അവരെ മാന്യതയോടെ ദൈവം നടത്തിയ, പട്ടിണി കൂടാതെ നടത്തിയ ആ ദൈവത്തെ അവർക്ക് കാണാൻ കഴിയും ആ പെട്ടകത്തെ നോക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ ബലഹീനതയും കാണാം. ആ പെട്ടകത്തിലോട്ട് നോക്കുമ്പോൾ അവർക്ക് കൊടുത്ത അധികാരികളുടെ നേരെ അവർ യാതൊരു ബഹുമാനമില്ലാതെ അഹരോനെതിരെ പിറുപിറുത്തു, മോശയുടെ എതിരെ പിറുപിറുത്തു, മോശയെ കൊല്ലാൻ, കല്ലെറിയാനൊക്കെ അവർ തീരുമാനിച്ചെന്ന് ഇടയ്ക്ക് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആ പെട്ടകത്തിലോട്ട് നോക്കുമ്പോഴേ അഹരോന്റെ തളിർത്ത വടി കാണുമ്പോഴേ അവരുടെ പിറുപിറുപ്പ് അവർക്ക് ഓർമ്മ വരും. മന്നായിട്ട് വെച്ച പൊൻപാത്രം കാണുമ്പോഴേ അപ്പം തിന്ന് മടുത്ത് ബോറടിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, നമുക്കറിയാമല്ലോ ഇതൊക്കെ. വെള്ളിയാഴ്ച കഴിച്ചത് ശനിയാഴ്ചയും കഴിക്കും, തിങ്കളാഴ്ചത്തത് ചൊവ്വാഴ്ചയും കഴിക്കും. ഇവിടെ ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ബോറടിക്കുക, ഇവർക്ക് ബോറടിച്ചു. മന്നായിട്ട് വെച്ച പൊൻപാത്രം കണ്ടപ്പോഴേ ആ ബോറടിച്ച അപ്പം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത അപ്പം, ആ മന്നയെ കുറിച്ച് പറഞ്ഞു. ഒരു വാക്ക് പറഞ്ഞോട്ടെ. മന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്വർഗത്തിന്റെ ഒരംശം, എ പാർട്ട് ഓഫ് ഹെവൻ. വാട്ട് ഈസ് എ പാർട്ട് ഓഫ് ഹെവൻ? എന്താ സ്വർഗത്തിന്റെ ഒരംശം? സ്വർഗത്തിന്റെ ഒരംശം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് 33 വർഷക്കാലം നമ്മളുടെ ഇടയിൽ ജീവിച്ചു. സ്വർഗത്തിന്റെ ഒരു അംശമാ വന്ന് ജീവിച്ചത്. അപ്പൊ ഇവര് കഴിച്ചത് എന്തുവാ? സ്വർഗത്തിന്റെ ഒരു അംശമാ കഴിച്ചത്, മന്ന. അത് കഴിച്ചിട്ട് ഇവര് പിറുപിറുത്തു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അങ്ങ് പിറുപിറുപ്പാ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങ് കംപ്ലൈന്റ്, അയ്യോ ഒന്നും പറയണ്ട. ആരാധിച്ചൊക്കെ പുറത്തിറങ്ങുമ്പോ ഒരു സഹോദരി എനിക്ക് വളരെ അടുത്തറിയാം. എല്ലാ ആരാധനയൊക്കെ കഴിഞ്ഞ് കൈകൊട്ടി അന്യഭാഷയിലൊക്കെ ആരാധിച്ചിട്ട് എന്തുകൊണ്ട് വിശേഷത? എന്റെ ആന്റി ഒന്നും പറയണ്ട. ഇതിപ്പം ഒരാളുടെ കാര്യം പറഞ്ഞല്ല, പലരുടെയും കാര്യം ഇങ്ങനെയൊക്കെയാ. മന്ന കഴിക്കുമ്പോഴും, അത് വായിലിരിക്കുമ്പോഴും, അത് തൊണ്ടയ്ക്കിരിക്കുമ്പോഴും, അത് മൂക്കിക്കൂടെ വരുമ്പോഴും, ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് മൂക്കിക്കൂടെ വന്ന് നിറഞ്ഞിട്ട് എന്നിട്ടും പിറുപിറുക്കുന്ന ജനം. പെട്ടകത്തെ നോക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ പിറുപിറുപ്പ് ഓർമ്മ വരും. ഇവർക്ക് മനസ്സിലാകും ഇവരുടെ അധികാരികളുടെ എതിരെ ഇവർ പിറുപിറുത്തതിനെ കുറിച്ച് ഇവർ ഓർക്കും. കൽപ്പനകൾ കാണുമ്പോൾ കൽപ്പനകളെ ലംഘിച്ചത്, സ്വർണ്ണ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ അവരുടെ വിഡ്ഢിത്തരങ്ങൾ ഒക്കെ അവർക്ക് ഓർമ്മ വരും. ഇതല്ലേ ദൈവം പറഞ്ഞു, ഇതിനെ മുന്നേ നിങ്ങൾ കൊണ്ടുപോകണം, ഇതിനെ അല്ലാണ്ട് പുറകിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കൊണ്ടുവരാനല്ല. അല്ല, നിങ്ങളൊന്ന് ഓർക്കണം നിങ്ങൾ എന്തായിരുന്നു എന്ന്. നിങ്ങളൊന്ന് ഓർക്കണം നിങ്ങളുടെ മാന്യത എന്തായിരുന്നു എന്ന്. അതുകൊണ്ട് പെട്ടകം മുമ്പിൽ പോട്ടെ, മുന്നിൽ പോട്ടെ പെട്ടകം. അപ്പോൾ യോദ്ധാക്കൾ പോകണം, പുരോഹിതന്മാര് വരണം, ആട്ടുകൊമ്പുള്ള 7 കാഹളം, കാഹളത്തിൽ കൂടി അത് ദൈവത്തിന്റെ ശബ്ദം, സുവിശേഷം, ദൈവത്തിന്റെ വചനം, സാക്ഷ്യം ഒക്കെയാണ് പുരോഹിതന്മാർ ഇതിൽ കൂടി ഊതേണ്ടത്. 5-ാം വാക്യം, അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതണം. നോക്കണം, അവരുടെ ശബ്ദം മുഴുവൻ അവർക്കകത്ത് ഇനി ഒരു അല്പം പോലും അവരുടെ ലങ്സിനകത്ത് വായു കാണത്തില്ല. അതുപോലെ നീട്ടി ഊതണം. നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ദൈവത്തിന്റെ ആ തേജസ്സും ദൈവത്തിന്റെ കൃപ നമ്മളിൽ നിന്ന് നീട്ടി, നമുക്ക് ആയുസ്സുള്ളിടത്തോളം നാള്, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം നാള് നമ്മളിൽ നിന്ന് പുറത്തു വരണം.
ഒരിക്കലും നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല. കാരണം നമ്മളിൽ നിന്ന് വരുന്നത് ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം, നമ്മളിൽ നിന്ന് വരുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം. പുരോഹിതന്മാർ കാഹളം, ആട്ടിൻകൊമ്പോണ്ടുള്ള കാഹളം നീട്ടി ഊതണമെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെ ഉച്ചത്തിൽ ആർപ്പിടണം. കാഹളം പുരോഹിതന്മാർ ഊതും, ജനം വെറുതെ ഇരിക്കാനല്ല. നിങ്ങൾ ഊതിക്കോ, ഞങ്ങൾ ഇവിടെ വെറുതെ കയ്യും കൊട്ടി പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇങ്ങനെ ഇരുന്നോണം. അവർ ഉച്ചത്തിൽ ആർപ്പിടണം. അവർ ഉച്ചത്തിൽ ആർപ്പിടുമ്പോൾ ആ കാഹളത്തിന്റെ അതേ പിച്ചിൽ വേണം ഇവരും ചെയ്യാൻ. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കണം, ഒരാള് ലീഡർ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ദൈവത്തിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ വചനവും മെസ്സേജും ആ സുവിശേഷം എങ്ങനെയാ, അതോടൊപ്പം ജനം ആർക്ക് ആമേൻ പറയുക, ഉച്ചത്തിൽ അവർ ആർപ്പിടണം എന്ന് പറയുന്നു. അപ്പോൾ 5-ാം വാക്യം, അപ്പോൾ പട്ടണം അതിൽ വീഴും. ഇവിടെ പീരങ്കിയില്ല, ബുൾഡോസർ ഇല്ല, ചുറ്റികയില്ല, ഇരുമ്പിന്റെ ആയുധമൊന്നുമില്ല. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ മതില് വീഴും. 20 അടി 50 അടി ഉയരവും 10-15 അടി വീതിയുമുള്ള മതിലിന് വീഴാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? ജനം ഓരോരുത്തർ നേരെ അങ്ങ് കയറണം. ഈ മതിലിനെ മറികടന്നിട്ട് ജനം കയറണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഞാൻ പട്ടണം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെ അവിടെ പറയുന്നു അവർ കൂട്ടത്തോടെ നടക്കണമെന്ന്. അവിടെ പറയുന്നു അവർ കൂട്ടത്തോടെ നടക്കണം. അവിടെ നമുക്കൊരു യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വിഘടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റത്തില്ല. നമ്മുടെ ഇടയിൽ നമുക്കില്ലാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ നമുക്കില്ലാത്ത വലിയ മതിലുകൾ പൊക്കി വെച്ചിരിക്കുക. നമുക്ക് യോജിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാനൊരു പക്ഷെ ഈ സഭയിലായിരിക്കും പോകുന്നത്, മറ്റാൾ മറ്റേ സഭയിലായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ഡോക്ടറിനൽ വ്യത്യാസങ്ങളൊക്കെ കാണും. ഞാൻ ചിന്തിച്ചു വെച്ചതും വിചാരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ വ്യത്യാസങ്ങൾ കാണും. പക്ഷെ നമ്മുടെ ചിന്തകളൊക്കെ ദൈവവചനത്തിന് അനുരൂപപ്പെടുത്തി നമ്മൾ കൊണ്ടുവരണം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണം. എങ്കിൽ മാത്രമേ കൂട്ടത്തോടെ ഒരു ആർപ്പുവിളി ഇവിടെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ജനം കൂട്ടത്തോടെ അവിടെ ആർപ്പ് വിളിച്ചു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? തങ്ങളുടെ മുമ്പിൽ നിരോധിച്ചിരുന്ന ഈ എരിഹോ പട്ടണത്തിലേക്ക് ഇവര് ഘോഷയാത്രയോടെ കയറിപ്പോവുക. ഭയങ്കര ഒരു ഘോഷയാത്രയോടെ ഇവര് കയറിപ്പോവുക. ചുറ്റുമുള്ള ജാതികൾ നോക്കുമ്പോൾ ഇവരെന്തായി കാണിക്കുന്നത്? കുറച്ച് കാഹളം പിടിച്ചിട്ട് മുഴങ്ങുന്നു, കുറെ പേര് അതിന്റെ പിന്നാലെ ആർക്കുന്നു. ഒരു അസംബന്ധം, അബദ്ധമായിട്ടുള്ള കാര്യം, ഒരു ഫൂളിഷ്നെസ് ജാതികളുടെ മുമ്പിൽ നോക്കുമ്പോൾ. നമ്മളുടെ വായിൽ കൂടി ദൈവത്തിന്റെ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ വായിൽ കൂടി ദൈവത്തിന്റെ വചനം പുറത്തേക്ക് പോകുമ്പോൾ, ഒരു പക്ഷേ വീടിനകത്തുള്ളവരും വീടിന് പുറത്തുള്ളവരും അവർക്ക് ഇതൊരു വെറും ഭോഷത്വമായിട്ട് തോന്നും. നമ്മൾ കൂടി വരുമ്പോൾ മാത്രമല്ല നമ്മുടെ വായിൽ നിന്ന് അതേ ദൈവത്തിന്റെ ശബ്ദം വരേണ്ടത്. നമ്മൾ കൂടി വരുമ്പോൾ മാത്രമല്ല ദൈവം നല്ലവനായിരുന്നു എന്നൊക്കെ പറയാനൊക്കെ എളുപ്പം. ഈ പ്ലാറ്റ്ഫോമിൽ എളുപ്പമാണ്. ഞാൻ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ, ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ, ഞാൻ പുറത്തൊരാളോട് സംസാരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ശ്വാസം എന്നിൽ കൂടി വരുന്നുണ്ടോ? ആകാശത്തിന്റെ ഭൂമിയുടെ ഉടമയായ ഈ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ദൈവം കൊടുത്തിരിക്കുക. അവരെ എതിർത്ത ആദ്യത്തെ നഗരമായി എരിഹോ പട്ടണം. അവരുടെ പദവിയെയും അവരുടെ ദൈവത്തിന്റെ മഹിമയെ എന്ന സത്യാവസ്ഥയെ തെളിയിക്കാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കൾ ആരാണെന്നും ദൈവത്തിന്റെ മഹിമ എന്താണെന്ന് തെളിയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു പട്ടണമാണ് ഈ എരിഹോ പട്ടണം. ഇവിടെ നമ്മൾ വായിച്ചു, വിശ്വാസത്താൽ അവര് എന്ത് ചെയ്തു? വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ യുദ്ധത്തിന്റെ സാധാരണ തന്ത്രങ്ങളും മന്ത്രങ്ങളും യന്ത്രങ്ങളും ഒന്നും അല്ല ഇവിടെ ദൈവം ഉപയോഗിച്ച മന്ത്രവും തന്ത്രവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ യോദ്ധാക്കൾ ആയിരിക്കണം, നമ്മൾ പുരോഹിതന്മാരായിരിക്കണം. നമ്മുടെ കയ്യിൽ കാഹളം ഉണ്ടാകണം. കാഹളം ഉണ്ടായാൽ പോരാ, അതെന്റെ വായിൽ കൂടി വരണം. എന്റെ വായായിരുന്നൊരു കാഹളം എന്റെ വായിൽ കൂടി വരുന്നത് എന്താ? ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമ്മൾ കൂട്ടത്തോടെ യൂണിറ്റി ആയിരിക്കണം, നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം. എന്റെ മുമ്പിൽ എന്റെ ദൃഷ്ടി പെട്ടകത്തെ നോക്കി വേണം യാത്ര ചെയ്യാൻ. പെട്ടകം എന്റെ മുമ്പിൽ വെക്കണം. ആ പെട്ടകത്തെ നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. നമ്മൾ എത്ര മാന്യതയുള്ളവരാണെന്നുള്ളത് പെട്ടകം എന്നെ മനസ്സിലാക്കി തരുന്നു. അതേസമയം തന്നെ ദൈവസന്നിധിയിൽ നിന്ന് എത്രമാത്രം ഹീനമായിട്ട് ഞാൻ അധപ്പതിച്ചൊരു വ്യക്തിയാ, എന്നിട്ട് എന്റെ ദൈവം എന്നെ എത്രത്തോളം മാനിച്ചു. പെട്ടകം നമ്മൾ അതൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇവര് പോവുക. അപ്പോഴേ
ഇവർ കാഹളം ഊതുമ്പോഴ് അതിന്റെ അർത്ഥം പിന്നെ ആരൊക്കെ ഈ ശത്രുക്കളോട് ഒരു ആ കാഹളത്തിൽ നിന്ന് പോകുന്ന ശബ്ദം കീഴടങ്ങ് കീഴടങ്ങ്, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങ് എന്നുള്ളൊരു ആഹ്വാനം പോലെയാണ് ഇവര് എരിഹോ മതിലിനെ വളഞ്ഞിട്ട് ആർപ്പുവിളി നടത്തുന്നത്. അങ്ങനെ ജനം ഓരോരുത്തരും അവന് മുമ്പായിട്ട് പട്ടണത്തിൽ കയറിയെന്ന് നമ്മളിവിടെ വായിച്ചത്. അങ്ങനെ എരിഹോവിന്റെ നിവാസികളും എല്ലാ കനാന്യരും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയും ശക്തിയും അറിയാൻ ഇടയാക്കി. ഇസ്രായേൽ മക്കളുടെ മാന്യത അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇപ്രകാരമുള്ളൊരു ദൈവപ്രവൃത്തിയെ വിശ്വസിക്കാതെ ഇവർ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ, ഓ ദൈവമേ എന്തുവാ ഇത്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആയുധമില്ല, ഒരു നല്ലൊരു പിന്നെ പീരങ്കിയില്ല, ഇതൊന്നും ഇല്ലാണ്ട് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജികളൊന്നുമില്ല, പിന്നെ ഡ്രോൺ ഇല്ല, ഇതൊന്നും ഇല്ലാണ്ട് എന്താ കർത്താവേ പോകുന്നതൊക്കെ കുറച്ചൊക്കെ ബുദ്ധിയിൽ നമ്മള് ലോജിക്കായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ എന്നൊക്കെ ഇവര് ചിന്തിച്ചിരുന്നെങ്കിൽ എത്രമാത്രം ഇവര് പരാജയമായി പോയേനെ. അപ്പോൾ ഇസ്രായേൽ മക്കളെ ഇങ്ങനെ നടത്തിയത് അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ ക്ഷമയുടെയും ഒരു ട്രയൽ, ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു. അവരനുസരിക്കുമോ എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റിംഗ് കൂടിയായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് എന്തൊക്കെയായിരുന്നു ഈ കടന്നുപോയ ഇസ്രായേൽ മക്കളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവർ പരിച്ഛേദനയേറ്റവരായിരുന്നു. ഒരു കൽക്കത്തി എടുത്തിട്ട് യോശുവ ആ രണ്ടാമത്തെ തലമുറയെ, ആദ്യത്തെ തലമുറ മുഴുവൻ മരുഭൂമിയിൽ മരിച്ചു വീണു. രണ്ടാമത്തെ തലമുറയെ മുഴുവനും അവര് പുതുതായിട്ട് ജനിച്ച ആൺകുഞ്ഞുങ്ങളെല്ലാം തന്നെ അവർ പരിച്ഛേദന കഴിപ്പിച്ചു. എന്താണ് പരിച്ഛേദന? നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഹൃദയ പരിച്ഛേദന ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഡെഡ് സ്കിൻ ഇങ്ങനെ കിടപ്പുണ്ട്. അതിനെ നമ്മള് മുറിച്ച് മാറ്റിയേ മതിയാകും. അതിനെ വെച്ചോട് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുന്നു. ദൈവം കനിവുള്ളവൻ, അവൻ തരുന്നു. പക്ഷെങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം. ഈ വചനങ്ങളെല്ലാം കേട്ടിട്ട് ഇന്നും ഹൃദയത്തിനൊരു പരിശോധന, വിടേണ്ടതിനെ വിടാതെ കണ്ട്, അത് സ്വഭാവങ്ങൾ മാത്രമല്ല, ചില ആരാധനക്രമങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ അവന് പകരമായിട്ട് നമ്മൾ വെച്ച് ആരാധിക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് ചിലപ്പോൾ ഒരുപക്ഷെ വിഗ്രഹം ഉണ്ടായിരിക്കത്തില്ല. നമ്മളുടെ ചില ആരാധന സെറ്റപ്പുകളിൽ അതൊക്കെയുണ്ട്. പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉണ്ടല്ലോ, അതിനകത്തെല്ലാം വിഗ്രഹങ്ങൾ കയറി വരുന്നുണ്ട്. അതെല്ലാം അറുത്തു മാറ്റണം. അവര് മാത്രമാണ് പരിച്ഛേദന. അത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. വചനപ്രകാരം നമ്മൾ ആരാധിക്കണം. രണ്ടാമതായിട്ട് ഇവരുടെ എന്ത് പ്രത്യേകത? ഇവര് ന്യൂ ജനറേഷൻ ആയിരുന്നു. ഇവരുടെ ആദ്യത്തെ ജനറേഷൻ മരുഭൂമിയിൽ ചത്തു വീണു. നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കണം. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചേ മതിയാവും. ഒരു എരിഹോവിൽ കയറാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, കനാൻ നാട്ടിൽ കയറാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, എന്റെ പഴയ മനുഷ്യൻ മരുഭൂമിയിൽ മരിക്കാൻ ഞാൻ അനുവദിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. വീണ്ടും അടുത്ത അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവര് കയറുന്നതിന് മുമ്പ് ഇവർ അമോര്യരുടെ ദേശത്തൂടെ കടന്നുപോയത്. ആ യോർദാൻ കടക്കുന്നതിന് തൊട്ട് മുമ്പ് അമോര്യ ദേശം ഞാൻ നിങ്ങളെ കാണിക്കാം. അവിടെ 2 രാജാക്കന്മാരുണ്ട്. നമ്മൾ എപ്പോഴും വായിക്കുന്നത് അല്ലെ, ഹെശ്ബോൻ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും. സീഹോനും ഓഗും 2 രാജാക്കന്മാരുണ്ട്. ഇവർ ജയിച്ചിട്ടാ പോയത്. ഇവരെ ജയിച്ചത് കൊണ്ടാണ് ഇവർക്ക് യോർദാൻ മുറിച്ചു കടക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇവർ ഇന്ന് എരിഹോവിനെ ഇവര് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോഴ് കനാൻ നാട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ സീഹോൻ രാജാവിനെ, ഓഗ് രാജാവിനെ നമ്മൾ മറികടന്നേ മതിയാകും. ഞാൻ നിങ്ങളോട് പറയാം ആരാണ് ഈ സീഹോനും ആരാണ് ഈ ഓഗും എന്നുള്ളത്. നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ ധാരാളം വായിക്കുന്ന, നിങ്ങൾക്ക് താല്പര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ഒത്തിരി ചേർത്ത് വെക്കേണ്ട കാര്യം ഇതൊക്കെ. എന്തുകൊണ്ട് ഇന്നും ഒരു സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് നമുക്ക് വളരാൻ കഴിയാത്തത്? കനാൻ നാടെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട്, ചത്തടക്കി കഴിഞ്ഞിട്ട് പോകാനുള്ളൊരു സംഭവം അല്ല കനാൻ നാട്. കനാൻ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടുത്തെ ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിൽ കയറപ്പം തൊട്ട് ഇവർക്ക് യുദ്ധമാണ്. ആദ്യത്തെ യുദ്ധം ആരോടായിരുന്നു? എരിഹോവിനോടായിരുന്നു. പിന്നല്ലേ യുദ്ധം അവിടുത്തെ യെബൂസ്യരോടും കനാന്യരോടും എല്ലാവരും യുദ്ധം ചെയ്ത് പിടിച്ചടക്കി. മരിച്ചൊക്കെ പോയിട്ട് അവിടെ എന്താ നമ്മൾ യുദ്ധം ചെയ്യാനാണ് അങ്ങോട്ട് പോകുന്നേ? അല്ലല്ലോ. അവിടെ നമുക്ക് യുദ്ധമൊന്നുമില്ല. നമ്മുടെ യുദ്ധമല്ല ഇവിടെയാ. നമ്മുടെ യുദ്ധമൊക്കെ ഇവിടെയാ. നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ, നമ്മുടെ മനസ്സിന്റെ മണ്ഡലത്തിൽ, നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ മണ്ഡലത്തിലൊക്കെ നമുക്ക് യുദ്ധമുള്ളത്. അതുകൊണ്ട് നമ്മുടെ കനാൻ നാട് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാം അടക്കി പിന്നെ അടിയന്തരം പറഞ്ഞിട്ട് പോകുന്നൊരു സ്ഥലമല്ല. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങൾ. ഇതൊന്നും തിരുവചനത്തിലുള്ള കാര്യമല്ല.
മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരണം കഴിഞ്ഞുള്ള പ്രാർത്ഥന. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനിതൊക്കെ പറയുന്നത് കൊണ്ട്. ഞാനിത് പറഞ്ഞില്ല, നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ ആരോടാ പറയുക? പറഞ്ഞില്ല, ദൈവം ചോദിക്കുമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് പറയാം. അതൊന്നും തിരുവചനത്തിലുള്ളതല്ല. ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടോ ഇല്ലയോ എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്റെ വായിൽക്കൂടി ഞാനങ്ങ് വരുന്നത്, ദൈവാത്മാവ് എന്നെ ഹേമിക്കുന്ന ഞാനങ്ങ് പറയുക. ഇതൊന്നും ഞാൻ നോട്ട് എഴുതിയതോ പഠിച്ചതൊന്നും അല്ല. ആട്ടെ, അപ്പോഴ് ഈ 2 രാജാക്കന്മാരെ മറികടക്കണം ഇവര്. പിന്നെ നമ്മൾ കണ്ടു, യോദ്ധാക്കളായിരിക്കണം, പുരോഹിതന്മാരായിരിക്കണം, പെട്ടകം മുമ്പിൽ കൂടി പോകണം, കാഹളം കയ്യിൽ വേണം, ദൈവത്തിന്റെ ശ്വാസം നമ്മളുടെ. അപ്പൊ നമ്മൾ ഓർക്കും ജാതികളും ശ്വാസം എടുക്കുന്നില്ല, അവരും ശ്വാസം എടുക്കുന്നുണ്ട്. പക്ഷെ അവരവരുടെ സൃഷ്ടിച്ച ദൈവത്തെ അവർ അക്നോളജ് ചെയ്യുന്നില്ല, അവരെ സൃഷ്ടിച്ച ദൈവത്തെ മാനിക്കുന്നില്ല, അവരെ സൃഷ്ടിച്ച ദൈവത്തെ അവർ ബഹുമാനിക്കുന്നില്ല. അതിനെ പുറന്തള്ളി കഴിയുമ്പോൾ അവരുടെ ശ്വാസമൊക്കെ ദൈവസന്നിധിയില് ദൈവത്തിന് അതൊരു സൗരഭ്യവാസനയല്ല, ദൈവത്തിന് അതൊക്കെ വെറും നാറ്റമായിട്ട് തീരും. എന്നാൽ ദൈവമക്കളുടെ ശ്വാസം, ദൈവമക്കളുടെ വായിൽ നിന്ന് വരുന്നത് ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയുള്ളതായിട്ട് തീരും. അങ്ങനെ കൂട്ടത്തോടെ പോവുക. അപ്പോൾ ഇസ്രായേൽ മക്കളോട് ഇവരിങ്ങനെ ആർപ്പ് വിളിക്കുമ്പോഴേ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒന്നും നിരക്കാത്തൊരു ബുദ്ധിശൂന്യത ആണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങളെ നടത്തിയ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുക. അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് ഉടമ്പടി ചെയ്ത ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുക. മിസ്രൈമില് 10 ബാധകളെ അയച്ച് ഞങ്ങളെ വിടുവിച്ച ദൈവത്തിൽ വിശ്വസിക്കുക ഞങ്ങൾ എന്ന് പറഞ്ഞ അവർ ബലത്തോടെ മുന്നോട്ട് പോവുക. ഞങ്ങളുടെ ബുദ്ധിയൊക്കെ അങ്ങോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് പുരോഹിതന്മാർക്ക് ഈ കാഹളത്തിൽ നിന്ന് അവർക്കൊരു മെസ്സേജ് ഉണ്ട്. പുരോഹിതന്മാരോട് കാഹളത്തിൽ നിന്ന് വരുന്ന മെസ്സേജ് പറയുന്നത് എന്താ? ഇതൊരു സാധാരണ യുദ്ധമല്ല കേട്ടോ പുരോഹിതന്മാരെ, ഇതൊരു സാധാരണ യുദ്ധമല്ല. ഇവിടെ പെട്ടകമാണ് ഇവിടുത്തെ മുഖ്യത്. അത് നിങ്ങളുടെ തോളിലിരിക്കണം, ഇന്ന് നമ്മുടെ തോളിൽ ഒരു പെട്ടകമുണ്ട്, നമ്മുടെ തോളിൽ ഒരു പെട്ടകമുണ്ട്. ഈ പെട്ടകം പുരോഹിതന്മാരുടെ തോളിലായിരിക്കേണ്ട. ഇന്ന് നമ്മുടെ തോളിൽ എന്താ? ജീവിതഭാരങ്ങളാണ് ഉള്ളത്. നമ്മുടെ തോളിൽ എന്താ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇതുവരെയും കിട്ടാത്ത പ്രാർത്ഥനാ വിഷയങ്ങളാണോ നമ്മുടെ തോളിൽ ഇരിക്കുന്നത്? നമ്മുടെ തോളിൽ എന്താ ഉള്ളത്? നാളെക്കുറിച്ചുള്ള ചിന്തയാണോ? നമ്മുടെ തോളിൽ എന്താ ഉള്ളത്? കുടുംബത്തെക്കുറിച്ചുള്ള ഭാരമാണോ? അതൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഈ പെട്ടകം ഒന്ന് തോളിലൊന്ന് വെക്കാവോ? നമുക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും. നമ്മളെ ദൈവം വിടുവിക്കും. അങ്ങനെ ഇവരിപ്പെട്ടു യോർദാൻ കടന്നത് ഇവര് പെട്ടകം തോളിൽ വെച്ചിട്ട്, പെട്ടകം തോളിൽ വെച്ച പുരോഹിതന്മാരുടെ കാല് ചവിട്ടിയപ്പോ യോർദാൻ പിളർന്നു. അപ്പോഴേ പുരോഹിതന്മാരോട് ഓർപ്പിക്കുകയാണ് ഈ കാഹളത്തിന്റെ ശബ്ദം. പുരോഹിതന്മാരെ, നിങ്ങൾ വെറും കൊച്ചു ആൾക്കാരല്ല കേട്ടോ, നിങ്ങളുടെ തോളിലിരിക്കുന്ന എന്താണെന്നറിയാമോ? ക്രിസ്തു എന്ന പെട്ടകമായിരിക്കുന്നത്. നിങ്ങളുടെ തോളിലിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ദൈവം കൊടുത്ത ന്യായപ്രമാണമായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ പൊക്കും. എരിഹോ പട്ടണത്തിലെ ജനത്തോട് വിളിച്ചു പറയുന്നുണ്ട്, ഈ കാഹളത്തിന്റെ ധ്വനി അവരും കേൾക്കുന്നുണ്ടല്ലോ. അവരോട് പറയാ, യഹോവയുടെ ഉടമ്പടിയുള്ള ജനമാ ഞങ്ങൾ അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടത്തില്ല. നിങ്ങൾ എത്ര മതിൽ കെട്ടിപ്പൊക്കിയാലും ഞങ്ങൾ ഭയപ്പെടത്തില്ല. മതിലിന്റെ വീതി കൂട്ടിക്കോ, മതിലിന്റെ ഉയരം കൂട്ടിക്കോ, മതിൽ കെട്ടാനുള്ള മണ്ണിന്റെ പശയും നിങ്ങൾ കൂട്ടിക്കോ. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ഭയമുണ്ടാക്കത്തില്ല. കാരണം ഇതിനേക്കാളൊക്കെ വലിയ ദൈവമാണ് യഹോവ. ദൈവ ഉടമ്പടി ചെയ്ത ജനമാ. അതുകൊണ്ട് ഞങ്ങൾ അവന്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്ന ജനമാണ്. ഞങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിച്ച ഒരു ദൈവത്തിന്റെ ജനമാണ് ഞങ്ങള്. അതുകൊണ്ട് ആ ജനമാകുന്ന ഞങ്ങൾ നിങ്ങളുടെ ചുറ്റും ചില പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് പോലെ ഞങ്ങൾ പറക്കും. ഒരു കോഴിക്കുഞ്ഞിനെ പിടിക്കാൻ ഒരു പരുന്ത് എങ്ങനെയാ പറക്കുന്നത്? പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് കൊത്തിയെടുത്തോണ്ട് പോകാന്ന്. അത് ദൂരേന്ന് വരും. തള്ളക്കോഴിക്ക് മാത്രം അത് കാണാൻ പറ്റത്തുള്ളൂ. തള്ളക്കോഴിയുടെ കൂക്കൽ കേൾക്കുമ്പോ എല്ലാരും കൂടെ ഓടിച്ചെല്ലും. ഹൂഴ പറഞ്ഞോണ്ട് ഓടിച്ചെല്ലും. ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് പോലെ ഈ ഇസ്രായേൽ ജനം എരിഹോവിന് ചുറ്റും വട്ടമിട്ട് പറക്കുക. എന്നിട്ട് അവര് വിളിച്ചു പറയാ കാഹളത്തിൽ കൂടി, നിങ്ങളുടെ ന്യായവിധി വരുന്നു, നിങ്ങൾക്കുള്ള ന്യായവിധി വരുന്നു. ഈ മതിലൊന്നും ഞങ്ങൾക്ക് ഭയമല്ല. 18-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞേലും, എന്റെ ദൈവത്താൽ ഞാൻ മതില് ചാടിക്കടക്കും. പക്ഷേ ചാടിക്കടക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കേട്ടോ. നമ്മൾ യോദ്ധാക്കളായിരിക്കണം, പുരോഹിതന്മാരായിരിക്കണം. ദൈവത്തിന്റെ ശ്വാസം വേണം നമ്മുടെ വായിൽ നിന്ന് വരാൻ. നമ്മുടെ കയ്യിൽ ഒരു കാഹളം ഉണ്ടായിരിക്കണം. ആ കാഹളം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന ഒരു ആട്ടുകൊറ്റനെ അവിടെ യാഗം കഴിക്കുന്നു. ആ ആട്ടുകൊറ്റന്റെ കൊമ്പായത്.
അപ്പോൾ അത് നമ്മളെ കാണിക്കുന്നത് ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്തെയാണ് കാണിക്കുന്നത്. ഇസഹാക്കിന്റെ യാഗം, ഇസഹാക്കിനെ കൊണ്ടുവച്ച് ഇസഹാക്കിനെ ജീവനോട് ഉയർത്തെഴുന്നേറ്റവനായിട്ട് അബ്രഹാമിന് തിരിച്ചു കിട്ടി. അങ്ങനാണെങ്കിൽ ഈ കാഹളം, ഈ ശോഫാർ കാണിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ആ ഇസഹാക്കിന് പകരക്കാരനായിട്ട് തീർന്ന ആട്ടുകൊറ്റൻ, അത് മറ്റാരുമല്ല, കർത്താവ് യേശു ക്രിസ്തു. ഈ കാഹളത്തിൽ നിന്ന് ശബ്ദം വരുമ്പോ യോശുവയെ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഓർപ്പിക്കും. യോശുവേ, എത്രയും വേഗത്തിൽ നീ കർത്താവിന്റെ വാക്കിന് നീ കീഴടങ്ങി. യാതൊരു സാഹചര്യങ്ങളും നിന്നെ ഞെരുക്കുവോ കുലുക്കുവോ സംശയിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ, മറ്റു മനുഷ്യരോട് നീ ആലോചന ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ നീ പോയത് കൊണ്ട് നീ ഒരു നല്ല മാതൃകയായിട്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ലൊരു ലീഡർ വേണം. ഇവിടെ ലീഡർ ആരാ? യോശുവ. ഇവിടെ ലീഡർ ആരാ? യോശുവ. യോശുവയുടെ എബ്രാഹിം പേരെന്താണെന്നറിയുമ്പോ യഹോശുവ. അതേ പേര്, അതാണ് യേശു നമ്മൾ ഈ മലയാളത്തിൽ പറയുന്നത് യഹോശുവ. അതാ ഹീബ്രു പദം നമ്മൾ ഉപയോഗിക്കുമ്പോഴല്ലോ അതിനകത്തൂടെ ദൈവത്തിന്റെ ശ്വാസം തന്നെ വരും. ദൈവത്തിന്റെ ശ്വാസം തന്നെ, അതാ കറക്റ്റ് ആയിട്ടുള്ള പേര്. അവർക്ക് നല്ലൊരു ലീഡർ ഉണ്ടായിരുന്നു, മറ്റാരുമല്ല, യഹോശുവ. ആ യഹോശുവ ഉണ്ടായിരുന്നതാണ് അവരുടെ വലിയൊരു വിജയം ഉണ്ടായിപ്പോയത്. ആ ലീഡർ എന്താ ചെയ്തത്? യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം, യോശുവയുടെ മുമ്പിൽ ഒരു ദൂതൻ വന്നു നിന്നു. യോശുവ ആകെ ഭയന്നുപോയി. എന്നിട്ട് യോശുവ ചോദിക്കുന്നുണ്ട്, നീ ആരാ? ഞങ്ങളുടെ പക്ഷക്കാരനാണോ? 5:13 തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ, സമയമില്ലല്ലോ, ഞാൻ പെട്ടെന്ന് പോവുക. 13, നീ ആരാ? സാഷ്ടാംഗം വീണു. ഞങ്ങളുടെ പക്ഷമാണോ അവരുടെ പക്ഷമാണോ? അപ്പോഴ് മറുപടി ഭയങ്കരമാണ് കേട്ടോ. അവരുടെ പക്ഷമാണോ ഇവരുടെ പക്ഷമാണോ എന്നൊന്നുമല്ല പറയുന്നത്. അല്ല എന്ന് പറയുന്നു. 14-ാം വാക്യം, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു. ഞങ്ങളുടെ പക്ഷമാണോ ശത്രുപക്ഷമാണോ? ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് എന്താ? ഞാൻ ശത്രുപക്ഷത്താ, അല്ലെങ്കിൽ ഞാൻ നിന്റെ പക്ഷത്താ. ഇതല്ലേ ആൻസർ വരേണ്ടത്. പക്ഷെ ആൻസർ എന്തോ? അല്ല, ഞാൻ ആരാ? ഞാൻ സൈന്യങ്ങളുടെ, യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി, യഹോവ ശബോത്ത് എന്നുള്ള വാക്ക് സൈന്യത്തിന്റെ നായകൻ ആണ് എന്ന് പറഞ്ഞു. അത് കേട്ടുടനെ പക്ഷം ഏതാണെന്നുള്ളതൊന്നും യഹോശുവയ്ക്ക് അതൊരു വിഷയമല്ല. നീ ഏത് പക്ഷത്താണെന്നുള്ളത് യഹോശുവയ്ക്ക് അതിനൊരു പ്രസക്തി ഇല്ലാതെ പോയി. പിന്നെയോ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ സാഷ്ടാംഗം വീട് നമസ്കരിച്ചു, ആരാധിച്ചു. യോശുവയോട് പറഞ്ഞു, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധം. ഇവിടെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ഇസ്രായേൽ മക്കളുടെ യാത്ര തുടങ്ങിയപ്പോൾ മുൾപ്പടർപ്പിൽ കത്തിയവൻ മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധം, കാലിലെ ചെരുപ്പ് ഊരിക്കളക. അവിടെ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ ആരംഭം അവിടെയാ തുടങ്ങിയത്, ഇല്ലേ? അവരുടെ സ്ട്രാറ്റജി, ദൈവം കൊടുത്ത ആ ബ്ലൂ പ്രിന്റ് അവിടെ തുടങ്ങിയത്. ഇന്ന് കനാൻ നാട്ടിൽ പ്രവേശിച്ച് ആദ്യം ദൈവം കൊടുക്കുന്നത് അതേ വാക്ക് തന്നെയാണ്. ഇവിടെ മുൾപ്പടർപ്പിലൊന്നുമല്ല, ഇവിടെ സൈന്യങ്ങളുടെ ദൈവമായിട്ടാണ്, സേനയുടെ അധിപതിയായിട്ടാണ് ദൈവം ഇവിടെ പ്രത്യക്ഷനായിട്ട് പറയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ, അതുകൊണ്ട് കാലിലെ ചെരുപ്പൂടുക. സ്ഥലമല്ല പ്രധാനം, പിന്നെയോ ദൈവ സാന്നിധ്യം ഉള്ളിടം വിശുദ്ധമാ. അവിടെ ഹോരേബ് പർവ്വതമല്ല പ്രധാനം, എരിഹോവിന്റെ സമഭൂമി അല്ല അവിടെ പ്രധാനം. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ വിശുദ്ധമാ. കാലിലെ ചെരുപ്പൂടുക, നീ മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ എന്ന് പറഞ്ഞ് ആദിയിൽ തന്നെ അവസാനത്തെ അറിയുന്ന ദൈവം. നമ്മളിലൊരു നല്ല പ്രവൃത്തി തുടങ്ങിയവൻ നമ്മളെ അന്ത്യത്തോളം നടത്തും. നമ്മളിലൊരു തുടക്കമിട്ടവൻ നമ്മളെ കൊണ്ടെത്തിക്കാൻ മതിയായവന്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ച് അവന്റെ മക്കളാക്കി തീർത്ത് ഒരു ദിവസമില്ലേ, ഒരാരംഭമില്ലേ? രക്ഷിക്കപ്പെട്ട അനുഭവം, ഹൃദയത്തിൽ ഉള്ള അനുഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ക്രിസ്ത്യ വീട്ടിൽ ജനിച്ചതിനെ കുറിച്ചല്ല പറയുന്നത്. ഞാനും അവിടെ ജനിച്ചത്, ഞാൻ നല്ല മർത്താമ കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെങ്കിൽ യേശുമായിട്ട് ഒരു വ്യക്തിപരമായ ഉടമ്പടി ഉണ്ടായിരുന്ന ഒരു നിമിഷം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതെന്നെ തകിടം മറിച്ചൊരു ദിവസം, അതെന്നെ പൂർണ്ണമായിട്ട് മാറ്റിയൊരു ദിവസം, അതെന്റെ ചിന്തകളെ മാറ്റിയൊരു ദിവസം, എനിക്ക് അകത്തൊരു രൂപാന്തരം കൊണ്ടുവന്നൊരു ദിവസം, അതെന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയൊരു ദിവസം. അന്നൊരു പ്രവൃത്തി എന്റെ അകത്ത് തുടങ്ങി. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ആ തുടക്കത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ എന്റെ പേര് ക്രിസ്ത്യൻ എന്ന പാസ്പോർട്ടിൽ എഴുതിയ ദിവസത്തെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ തുടങ്ങിയൊരു ദിവസം ഉണ്ടെങ്കിൽ ഒരവസാനത്തെ ഒരു ദിവസമുണ്ട്. അന്ന് നമ്മൾ അവനെ മുഖാമുഖം കാണും.
ആ വിശുദ്ധ സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കും. ആ വിശുദ്ധ സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കും. ലോകത്തിന്റെ അഴുക്കാകുന്ന ചെരുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവന്റെ വിശുദ്ധ ഭൂമിയിൽ പോയി നിൽക്കും. അവന്റെ സന്നിധിയിൽ നമ്മൾ പോയി നിൽക്കും. അന്ന് ദൈവത്തിന് പറയേണ്ടതായിട്ട് പറയേണ്ടതായിട്ട് വരില്ല, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ, അവിടെ കാലിലെ ചെരുപ്പ് ഊരിക്കളയാൻ. കാരണം ഞാനൊരു മഹത്വീകരിക്കപ്പെട്ട ശരീരവുമായിട്ട് അവിടെ ചെല്ലുന്നത്. അങ്ങനെ ഇസ്രായേൽ മക്കൾ ഇവിടെ ലാൻഡ് ചെയ്ത് നോക്കണേ. ഇന്ന് ഇവിടെ നമ്മളൊരു മതിലിനെ കുറിച്ചാ പറഞ്ഞല്ലേ. ആ മതിലിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വരിക. ഈ മതിലിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മതിലുകൾ നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മതിലുകൾ നമ്മുടെ ഹൃദയത്തിൽ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും ആ മതിലുകള്? 2 കൊരിന്ത്യർ 10:3-6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമ്മുടെ വായിക്കുന്നു എന്താണ്? നമ്മുടെ ഹൃദയത്തിനകത്ത് കോട്ടകളുണ്ട്. അത് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ 50 അടിയിലെ ഉയരവേ ഉള്ളായിരുന്നല്ലോ. നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ഉള്ള കോട്ട 100-ലൊക്കെ കവിയും. 2 കൊരിന്ത്യർ 10:4 വായിക്കുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ തകർപ്പാൻ ഇടിപ്പാൻ ദൈവസനിൽ ശക്തിയുള്ളവ തന്നെ. എന്താ കോട്ടകൾ? 5-ാം വാക്യം 2 കൊരിന്ത്യൻസ് 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, കോട്ടയാ എന്റെ ഹൃദയത്തിലെ സങ്കല്പങ്ങൾ, ഞാൻ പഠിച്ചു വന്നതൊക്കെ ആയിരിക്കാം, എന്റെ ആ പഠിച്ചു വന്നത് ശരിയാണെന്ന് ഞാൻ അങ്ങ് സങ്കല്പിച്ചു വെച്ചിരിക്കുക. തിരുവചനം ശോധന ചെയ്യുന്നേ ഇല്ല. അതൊക്കെ കേൾക്കും, ഹല്ലേലൂയ പറയും, ആമീൻ പറയും. കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം തരണം, രോഗം സൗഖ്യമാക്കണം, എന്റെ വിഷയത്തിലൊക്കെ മറുപടി തരണം, മക്കളെ കെട്ടിക്കണം. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെയാ പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് നടന്നിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ സങ്കല്പങ്ങളൊക്കെ വലിയ ഉയരമുള്ള കോട്ടയായിരുന്നു എന്റെ ഹൃദയത്തില്. പിന്നെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന ഉയർച്ച. പലരും വന്ന് ദൈവത്തിന്റെ വചനവും സുവിശേഷം, നീ രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോ ഞാൻ ആ വഴിക്ക് പോകത്തില്ല, അതൊന്നും വേണ്ട, ഞാൻ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മതി എനിക്ക്. ഞാൻ എന്താ പള്ളിയിൽ പോകാതാണോ ജീവിച്ചത്? എന്റെ അപ്പൻ എന്നെ സൺഡേ സ്കൂളിൽ വിട്ടിട്ടില്ലേ, പള്ളിയിൽ പോയിട്ടില്ലേ? ഞാൻ അതൊക്കെ ഞാൻ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു, പിന്നെന്താ ഇതിനൊരു പ്രത്യേകത? തള്ളി അങ്ങോട്ട് കളയും. ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? എന്റെ ഹൃദയത്തിൽ ഞാൻ കെട്ടിപ്പൊക്കിയ കോട്ട എന്താ? ഞാൻ എന്നെ കുറിച്ച് കേട്ടോ പറയുന്നത്. എന്റെ ഹൃദയത്തിൽ ഞാൻ അന്ന് കെട്ടിപ്പൊക്കിയ കോട്ട എന്തായിരുന്നു അറിയാമോ? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ഉയരുന്ന കോട്ടയായിരുന്നത്. ക്രിസ്തുവിനെ, അതെ, ക്രിസ്തുവാണ് പരിജ്ഞാനം. ക്രിസ്തുവാകുന്ന പരിജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായില്ല. എനിക്ക് വേണ്ട. ഞാനൊരു കോട്ട അങ്ങ് കെട്ടിവെച്ചു. എന്റെ പാരമ്പര്യത്തിന്റെ കോട്ട, ഞാൻ അന്ന് വരെ പഠിച്ചു കൊണ്ടുവന്ന കോട്ട, ഞാൻ അന്ന് വരെ പഠിച്ചു വെച്ച ആരാധനകളുടെ കോട്ട, അത് ഞാൻ എന്റെ ഹൃദയത്തിനകത്ത് പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെയായിരുന്നു എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന എരിഹോവിന്റെ മതിലുകൾ, സങ്കല്പങ്ങള്. അതെ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായിട്ട് ഉയർന്ന ഉയർച്ചകൾ, അഹങ്കാരങ്ങള്, ഇങ്ങനെയുള്ള വിചാരങ്ങൾ. അതിനെ പൗലോസ് പറയും, ഇതിനെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നമ്മൾ പിടിച്ചടക്കണം. എന്റെ നിങ്ങളുടെ അകത്ത് ഈ എരിഹോവിന്റെ മതിലുകൾ ഇടിഞ്ഞേ മതിയാവും. ഇടിയാതെ കണ്ട് ഒരിക്കലും നമുക്ക് ഈ കനാൻ നാട്ടിൽ പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. എന്തൊക്കെയാ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്? നമ്മൾ കൃത്രിമം, എഫെസ്യ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അരക്കെട്ടുണ്ട്, ബെൽറ്റ് ഓഫ് ട്രൂത്ത് ഉണ്ട്. ബെൽറ്റ് ഓഫ് ട്രൂത്തിന് പകരം എന്റെ ഹൃദയത്തിൽ കുറച്ച് കൃത്രിമമായിട്ടുള്ള ചില കാര്യങ്ങൾ, കൗണ്ടർഫിറ്റ് ചെയ്യുന്ന, മാനിപ്പുലേറ്റ് ചെയ്ത ചില കാര്യങ്ങൾ എവിടുന്നോ പഠിച്ചു വെച്ചതും കേട്ടു പഠിച്ചതും ഉയർത്തിക്കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഹൃദയത്തിൽ വേണ്ട മറ്റൊരു കാര്യം എന്താ? ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ കവചം എനിക്ക് വേണം. ആ നീതിയുടെ കവചത്തിന് പകരം എനിക്ക് പിന്നെ എന്താണ് പറയേണ്ടത്? എങ്ങനെയൊക്കെ ഉയരാം, അഭിവൃദ്ധിപ്പെടാം, അങ്ങനെയുള്ള ഒരു കവചമാണ് ഞാൻ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്, സുവിശേഷത്തിന്റെ ചെരുപ്പിന് പകരം സ്മൂത്ത് വേർഡ്സ്, ഒരാളെ സുഖിപ്പിക്കുന്നത്. മോട്ടിവേഷണൽ ടോക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നല്ലതാ കേട്ടോ മോട്ടിവേഷൻ, നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകണം. അതൊക്കെ സ്മൂത്ത് വേർഡ്സാ. ദൈവത്തിന്റെ വചനമില്ലാത്ത ഏത് മോട്ടിവേഷണൽ ടോക്കും അതിന് ഒരു ശക്തിയില്ലെന്നേ. അതൊക്കെ വെറുതെ ബുദ്ധി വികസിപ്പിക്കാന്നേ ഉള്ളൂ. ദൈവവചനം എവിടെ? ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ എവിടെ? അതൊന്നുമില്ല. മതിലുകളാ നമ്മുടെ ഹൃദയത്തില്. ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പരിച, എഫെസർ 6-ലുള്ള പിന്നെ ആർമർ ഓഫ് ഗോഡാ ഞാൻ പറയുന്നത് കേട്ടോ. നീതിയുടെ കവചം, ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യം അരക്കി കെട്ടിയിട്ട് വിശ്വാസം എന്ന പരിച കയ്യിലെടുക്കണം. വിശ്വാസം എന്ന പരിചയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമുക്ക് കുറച്ച് ഭയമാ ഉള്ളത്. പിന്നെ രക്ഷ എന്ന ശിരസ്ത്രം, നമുക്കൊരു ഹെൽമെറ്റ് ഉണ്ട്. ആ ഹെൽമെറ്റിന് പകരം ശിരസ്ത്രം എന്ന് പറയുമ്പം എന്റെ മേൽ ആധിപത്യമാ. തല നമ്മളുടെ മേൽ നമ്മുടെ ലോഡ്, അതിന് പകരം എന്റെ മേലെ കർത്തൃത്വം നടത്തുന്നത് വേറെ പലതുമാ.
മറ്റു പലതും എന്റെ മേൽ അതോറിറ്റി ഉണ്ടാക്കുന്നത്. സോഡ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവെന്ന വാള് കയ്യിലെടുക്കണം. അതിന് പകരം നല്ലൊരു വാളുണ്ട് നമ്മുടെ വായില്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ മതിലുകൾ. ഈ മതിലുകളെ നമ്മൾ ഇടിച്ചേ മതിയാകും. ഈ മതിലുകളെ ഇടിച്ച് നമ്മൾ മുന്നോട്ട് പോയാലേ മതിയാകത്തുള്ളൂ. നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ഇപ്രകാരമുള്ള തെറ്റായ ചിന്തകള്, തെറ്റായ ധാരണകള് എരിഹോ മതിലിനേക്കാളും വലിയ മതിലായിട്ട് ഉയർന്നു നിൽക്കുക. അവിടെ എന്ത് പറ്റുമെന്നറിയാമോ? പിശാച് കയറിയാൽ കൂടിയിരിക്കും അവിടെ. അതിനെ നമ്മൾ ഇടിച്ച് തകർക്കണം. ഇവിടെ വിശ്വാസത്താൽ ഇസ്രായേൽ മക്കള് ആ മതിലിനെ തകർത്തു. അവിടെ അത്തരമുള്ള മതിലിനകത്ത് കുടിയിരിക്കുന്ന പിശാച് നമ്മളെ നിയന്ത്രിക്കും. നമ്മളെ പിശാച് നമുക്ക് ബുദ്ധി ഓതിത്തരും. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. തെറ്റായ ചിന്തകൾ, തെറ്റായ ആരാധനകൾ, തെറ്റായ ധാരണകൾ, ദൈവത്തെക്കുറിച്ച് തന്നെ തെറ്റായ ധാരണകൾ ശത്രു നമ്മളെ ധരിപ്പിച്ചു വെച്ചിരിക്കും. ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവോ നമ്മളെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവോനൊക്കെ വിരുദ്ധമായിട്ട് ഈ കോട്ടകള് നമ്മൾ തകർത്തേ മതിയാകും. ഈ കോട്ടകൾ നമ്മൾ തകർത്തേ മതിയാകും. മറ്റു പല കോട്ടകള്, സെൽഫ് ഡിപ്പെൻഡൻസ്, ഞാൻ എന്നെ തന്നെ ആശ്രയിക്കാം, ഞാൻ ഒരു വലിയ കോട്ടയാ നമ്മുടെ ജീവിതത്തില്. സെൽഫ് സഫീഷ്യൻസി, ഞാൻ എന്നിൽ എല്ലാം ഞാൻ തൃപ്തിയാ, ഞാൻ എന്നെ കൊണ്ട് തൃപ്തിയാ. ദൈവമില്ലാത്ത തൃപ്തി ഒന്നും ഒരു തൃപ്തിയല്ല, അതൊരു കോട്ടയാ. അഹങ്കാരം ഒരു കോട്ടയാണ്. ഇഗ്നറൻസ്, തള്ളിക്കളെ. ഒരു പാപം ചെയ്താലും അത് വലിയ കാര്യമൊന്നുമില്ല, എല്ലാരും പാപം ചെയ്യത്തില്ല, ദൈവത്തിന്റെ കൃപയോട്. ഞാൻ ബലഹീന മനുഷ്യൻ. സുവിശേഷം പറയുമ്പോൾ ചിലര് പറയും മനുഷ്യൻ എല്ലാരും ബലഹീനരാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദേ ആർ നോട്ട് അറ്റ് ഓൾ സെൻസിറ്റീവ് അബൌട്ട് ദ സിൻ. പാപത്തെ കുറിച്ച് യാതൊരു സെൻസിറ്റിവിറ്റിയും ഇല്ല. അറിയാതൊരു വാക്ക് നമ്മുടെ വായിൽ വന്ന് അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ, പെട്ടെന്ന് ദൈവസന്നിധി പോയി ക്ഷമ ചോദിക്കുക. ആ വ്യക്തിയോട് നിരക്കാൻ ഒരു മനോഭാവം. വി നീഡ് ടു ബി വെരി സെൻസിറ്റീവ്. അതങ്ങ് പരിശുദ്ധാത്മാവിനോടുള്ള സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ കോട്ടയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത്. ദൈവത്തെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്നത് വലിയൊരു കോട്ടയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവന്റെ വചനത്താൽ നമ്മുടെ ഹൃദയം നിറയണം. നമ്മുടെ ഹൃദയത്തിൽ ഇനിയുണ്ടാകുന്ന മതിലുകൾ എന്താണെന്നറിയാമോ? അവന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കണം. അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു നിൽക്കണം. അത്തരമുള്ളൊരു മതിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അത്തരമൊരു മതിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇനിയുള്ള കോട്ടകൾ എന്താണെന്ന് അറിയാം? ഇസ്രായേൽ മക്കൾ കയറുന്നതിന് മുമ്പ് രണ്ട് കാര്യം ഞാൻ പറഞ്ഞില്ലേ, രണ്ട് രാജാക്കന്മാരെ ഇവര് ജയിച്ചിട്ടാണ് ഇവര് കയറിപ്പോയത്. ആ രണ്ട് രാജാക്കന്മാരെ കുറിച്ച് ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ തോറ സ്റ്റഡിയുടെ സ്ലൈഡാ കേട്ടോ. സീഹോൻ രാജാവ്, ഇസ്രായേൽ മക്കള് കണ്ടോ, ഗോഷൻ ദേശത്തു നിന്ന്, ഫറവോന്റെ സ്ഥലത്തു നിന്ന്, അവർ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവർ ഈ വിൽഡർനെസ്സിൽ കൂടെ എല്ലാം കടന്നു വന്നിട്ട് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വന്നവർ ചെങ്കടൽ കടന്ന് ഇവർക്ക് മാറായിൽ നിന്ന് കയ്പിനെ മധുരമാക്കി കൊടുത്തു. അവിടുന്ന് അവർ ഈ എലീമില് ഇവിടെ എല്ലാവരും വന്നതാ. ഇവിടെ വന്നപ്പോ മൗണ്ട് സീനായ് പർവ്വതത്തിൽ വന്ന് കൽപ്പനകളൊക്കെ ലഭിച്ചു. ഇവിടെ 1 വർഷം അവർ പാർത്തു. പിന്നെ സമാഗമന കൂടാരം അവരുണ്ടാക്കി. എന്നിട്ട് അതും എടുത്തോണ്ടാണ് പിന്നെ അടുത്ത യാത്രയല്ല. ഈ യാത്രയല്ലേ ഇവരിത് എടുത്തോണ്ടാ. ഇവരിവിടെ കാദേശ് ബർന്നേൽ വന്നു ദേശം ഒറ്റുനോക്കാൻ. ഇതാ കനാൻ നാട് ഇവിടെയാ, കണ്ടോ, കനാൻ നാട് ഇവിടെയാ. ദേശം ഒറ്റുനോക്കാൻ ഇവരെ ഇവിടുന്ന് അയച്ചു. കണ്ടോ, കാദേശ് ബർന്നേൽ ഇവര് പോയിട്ട് 10 പേര് ബാഡ് റിപ്പോർട്ടും കൊണ്ട് വന്നു. 2 പേര് യോശുവയും കാലേബും നല്ല റിപ്പോർട്ടും കൊണ്ട് വന്നു. ജനത്തിന്റെ ഹൃദയത്തെ 10 പേര് വല്ലാണ്ടാക്കി കളഞ്ഞു. അത് നിമിത്തം അവർ അടുത്ത 38 വർഷം ഇവരിവിടെ ചുറ്റിക്കറങ്ങി. അവർ ആ ബാഡ് റിപ്പോർട്ട് കൊണ്ടുവന്നുകൊണ്ട് 38 വർഷം ഇവിടെ അവർ ചുറ്റിക്കറങ്ങി. ദൈവം എന്നിട്ട് അവരെ തള്ളിക്കളഞ്ഞില്ല. അവർ ദൈവത്തോട് നിലവിളിച്ചു. മോശ പിന്നെ അവരെ അവിടുന്ന് വീണ്ടും മടക്കി കൊണ്ടുവന്നിട്ട് ഇവരിവിടെ യാത്ര ചെയ്യുക. ഇവരുടെ യാത്ര ചെയ്തിട്ട് ഇവരിവിടെയാണ് എരിഹോ മതിലിനെ തകർക്കുന്നത്. കണ്ടോ, ഇവരിവിടെ യോർദാൻ കടന്നു. എരിഹോ മതിലിനെ തകർക്കുന്നതിന് മുമ്പ് ഇവിടെ കണ്ടോ, മോവാബ്, ബാഷാൻ കണ്ടോ, ബാഷാൻ എന്നുള്ള സ്ഥലം കണ്ടോ, ഹെഷ്ബോൻ കണ്ടോ, ബാഷാൻ, ഹെഷ്ബോൻ. ഇവിടുത്തെ 2 രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മളിപ്പം പറയുന്നത്, ഓഗും സീഹോനും. ഇത് അമോര്യരുടെ പട്ടണം. ഇവര് മറികടന്നിട്ട് ഞങ്ങൾ അതിലെ ഒന്ന് പൊക്കോട്ടെ ചോദിച്ചപ്പം പറഞ്ഞു, ഇവരെ അതില് നടക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ വെള്ളം വേണ്ട, ഞങ്ങൾ പൈസ ഒന്ന് മേടിച്ചോളാം, അതും പറ്റത്തില്ല. അവരോട് പട പൊരുതി ഇവര്. പക്ഷെ അവർ ജയിച്ചിട്ട് ഇവിടെ യോർദാൻ കടന്നിട്ട് ഇവരാദ്യം വരുന്ന എരിഹോവിലോട്ടാ. കണ്ടോ,
അപ്പോൾ ഇവരെന്തൊക്കെ മറികടന്നു. നമ്മൾ പല കാര്യങ്ങളും കണ്ടു. അവർ പുരോഹിതന്മാരായിരിക്കണം, യോദ്ധാവായിരിക്കണം, അവരുടെ കാഹളം വേണം, പെട്ടകം വേണം. പക്ഷെ ഇവർ ഈ 2 രാജാക്കന്മാരെ മറികടന്നു. ആരായിരുന്നു ഈ 2 രാജാക്കന്മാർ? ആ 2 രാജാക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. സീഹോൻ എന്ന രാജാവ്. സീഹോൻ എന്ന് പറഞ്ഞാൽ തൂത്ത് തുടച്ചങ്ങ് കളയുക. ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ ദേശത്തെ മുഴുവൻ എന്താ പറയുന്നത്, സ്വീപ്ഡ് അവേ എന്നല്ലേ നമ്മൾ പറയുന്ന ആ വാക്ക്, സ്വീപ്പിംഗ് അവേ, തൂത്തുമാറ്റും. അവിടെ അത് ആ ദേശം ആയിരുന്നെന്ന് പോലും, അവിടെ ഒരു വീട് നിന്നിരുന്നെന്ന് പോലും അറിയത്തില്ല. സീഹോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത്. എവിടുത്തെ രാജാവായിരുന്നു? ഹെഷ്ബോനിലെ രാജാവായിരുന്നു സീഹോന്. ഹെഷ്ബോൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹ്യൂമൻ റീസണിങ്. നമ്മുടെ ചിന്തയുടെ മൂശയിലിട്ട് നമ്മൾ ചിന്തിക്കും. ദൈവത്തിന്റെ വചനം വരുമ്പോ എന്നാലും അങ്ങനല്ലേ, ഇങ്ങനെ നമ്മൾ ബുദ്ധിയോടെ നമ്മൾ പെരുമാറണ്ടേ. ഇവിടെ ബുദ്ധിയോടാണോ ഇവര് 7 ദിവസം കാഹളം ഊതിക്കൊണ്ട് ഇതിന്റെ ചുറ്റിനും നടന്നത്? ഭോഷന്മാരായിട്ടല്ലയോ? ലോകത്തിന്റെ മുമ്പ് വെറും പൊട്ടന്മാരും ഭോഷന്മാരുമായിട്ടല്ലേ അവര് ചെയ്തത്? നോക്കണം, അവര് പക്ഷെങ്കിൽ ഹെഷ്ബോനെ ജയിച്ചു വന്നു. ഹെഷ്ബോൻ ഹ്യൂമൻ റീസണിങ്, ആർഗ്യൂയിങ് അഗെയിൻസ്റ്റ് ദ ട്രൂത്ത്. മതിലുകള് ഉണ്ടോ? നമ്മളിപ്പോ വായിച്ച 2 കൊരിന്ത്യർ 10 സങ്കല്പങ്ങള്, ആ മതിലുകളെ ഒക്കെ ഇവർ ഇടിച്ചു, ജയിച്ചു. സീഹോൻ രാജാവിനെ ഇവിടെ അവർ ജയിച്ചു വന്നു. ഇവര് അമോര്യരാ. അമോര്യർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ടോക്കർ, അപ്പടി വർത്തമാന വാക്കുകളാ. ഞാൻ ആത്മീയനാണെന്നുള്ള വാക്ക് അകത്തുമില്ല, പ്രവൃത്തിയിലുമില്ല, ഹൃദയത്തിലുമില്ല, വാക്കേ ഉള്ളൂ. പക്ഷെങ്കില് ഇവരിതിനെയൊക്കെ ജയിച്ചു, ഈ സ്വഭാവത്തെ ഒക്കെ ജയിച്ചു. അവര് ഹെഷ്ബോൻ രാജാവായ സീഹോനെ അവര് ജയിച്ചു. 2 അവര് ഓഗ് ബാഷാൻ രാജാവായ ഓഗിനെ അവര് ജയിച്ചു. ബാഷാൻ കണ്ടോ? ബാഷാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പാറയിലല്ല, സോഫ്റ്റ് സാൻഡിൽ അവർ നിൽക്കുന്നത്. വഴുതിപ്പോകുന്ന മണലിനകത്ത് നിന്ന് നമ്മുടെ കാലങ്ങ് അങ്ങോട്ട് എന്തോ ആഴത്തിലോട്ട് പൂന്തി പോകത്തില്ല, അങ്ങനല്ലേ എന്റെ വാക്ക്, അങ്ങോട്ട് ആണ്ട് പോകത്തില്ലേ, അതുപോലുള്ളിടത്ത് നിൽക്കുന്ന ഒരു അനുഭവം. ഓഗെന്ന് പറഞ്ഞാല് ജയന്റ്. അവൻ ഓഗെന്നുള്ള വാക്കിന്റെ അർത്ഥം കഴുത്ത് നീണ്ടത്. ദൈവത്തിന്റെ പാരാമീറ്ററിനേക്കാളും വലുതായിട്ട് വളരുന്ന ഒരു മനുഷ്യൻ, അവനാണ് ഓഗ്. ദൈവത്തിന്റെ കൽപ്പനയെക്കാളും മറികടന്നിട്ട് എന്തോ ഞാൻ ആരാണെന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരുവൻ, അത്തരം മെന്റാലിറ്റി. മറ്റൊന്ന്, ഇത് വലിയ ജയന്റ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കട്ടിലിനെ കുറിച്ചുള്ള ഒരളവൊക്കെ ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള മഞ്ചം, അതിന്റെ ഉയരം 9 മുഴം നീളം, 4 മുഴം വീതി ഉള്ള ഓഗ്. അതേലായിരുന്നു ഇദ്ദേഹത്തിന്റെ വിശ്രമം. അതേ തന്നെ അങ്ങ് കിടപ്പ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബാഷാനിലെ ഓഗ് കാണിക്കുന്ന എന്താണെന്നറിയാമോ? അഡിക്ഷൻ ടു കംഫർട്ട്. എപ്പോഴും എന്റെ കോസിയുള്ള സ്ഥലത്ത് എനിക്ക് ഇരിക്കാൻ ആഗ്രഹം. എന്താണെന്നറിയാമോ? ഞാൻ തീരുമാനം എടുത്ത് പോകാൻ, കർത്താവിന് വേണ്ടിയിട്ട് ഞാനൊരു യോദ്ധാവായിട്ട് ഇറങ്ങാത്തത്. എനിക്ക് വീട്ടിൽ സാഹചര്യമില്ല, എല്ലാവരും എനിക്കെതിരാ, ഞാൻ പഠിച്ചു വളർന്നത് ഇങ്ങനെ, ഞാൻ കളിച്ചു വളർന്നത് ഇങ്ങനെ, ഞാൻ ഇതാ കംഫർട്ടബിൾ. ആർ യു അഡിക്റ്റഡ് ടു ദിസ് കംഫർട്ട്? ഇസ്രായേൽ മക്കൾ അതിനെ ജയിച്ചു. അതിനെ ജയിക്കാതെ ഒരിക്കലും ഈ കാനാൻ നാട്ടിൽ പ്രവേശിക്കത്തില്ല. 2 കാര്യങ്ങൾ അവർ ജയിച്ചു. ഹ്യൂമൻ റീസണിങ് അവർ ജയിച്ചു, അതുപോലെ അഡിക്ഷൻ ടു കംഫർട്ട്. ഇത് 2ഉം ഇവർ ജയിച്ചു. അങ്ങനെയാണ് ഇവര് ഇവിടെ കയറിയത്. അവരിപ്പോഴെവിടെ ആയിരിക്കുന്നു? എരിഹോ പട്ടണത്തിൽ അവരായിരിക്കുന്നു. അവർ കനാൻ നാട്ടിൽ പ്രവേശിച്ചു. നമുക്ക് ജയിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജയിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ, എബ്രായർ 11:29-30 30-ാം വാക്യം, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതില് ഇടിഞ്ഞു വീണു. ഇന്ന് പകലില് നമ്മുടെ ഹൃദയത്തിലെ ചില എരിഹോ മതില് ഇടിഞ്ഞു വീഴട്ടെ. ഹ്യൂമൻ റീസണിങ് ഇടിഞ്ഞു വീഴട്ടെ. അഡിക്ഷൻ ടു കംഫർട്ട് ഇടിഞ്ഞു വീഴട്ടെ. പ്രൈഡ് ഇടിഞ്ഞു വീഴട്ടെ. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചില സിസ്റ്റങ്ങൾ ഇടിഞ്ഞു വീഴട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ അനുഗ്രഹമാണ്. അതിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നമുക്ക് പ്രവേശിക്കാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട്